على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് കേൾക്കുകയും അത് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് ബോധ്യപ്പെടുത്താവുന്ന ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ. നമുക്കറിയാം, നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ നമ്മൾ ജീവിച്ചു തീർത്ത ഓരോ സെക്കൻഡുകൾക്കും അല്ലാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലാ തസൂലു ഖദമ ഇബ്നു ആദം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലാ തസൂലു ഖദമ ഇബ്നു ആദം, ആദം സന്തതികളുടെ ഒരു സ്റ്റെപ്പ് പോലും നാളെ പരലോകത്ത് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി, അവന്റെ ആയുസ് എങ്ങനെ അവൻ ഉപയോഗപ്പെടുത്തി, അഥവാ നമ്മൾ ഭൂമി ലോകത്ത് ജീവിച്ച എത്ര കാലമാണോ, എത്ര സമയമാണോ, അത് എങ്ങനെയാണ് അവൻ ജീവിച്ചത്, എങ്ങനെയാണ് അവൻ ഉപയോഗപ്പെടുത്തിയത് എന്ന് അള്ളാഹുവിന്റെ ചോദ്യമുണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീന് കേൾക്കുക, അതിനുവേണ്ടി ഇരിക്കുക, അത് പഠിക്കുക എന്നെല്ലാം ഉള്ള നന്മകൾ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന സദസ്സുകളിൽ പടച്ച റബ്ബിന്റെ മലായിക്കത്തുകൾ ഇറങ്ങി വരുമെന്നും അള്ളാഹുവിന്റെ കാരുണ്യം അവരെ മൂടുമെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗൗരവത്തോടു കൂടി കേവലം ഒരു കേൾവിക്കപ്പുറം വിഷയത്തെ ശ്രദ്ധിച്ച് കേൾക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യണമെന്നാണ് ആമുഖമായി ഉണർത്താനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മുന്നറിയിപ്പുകൾക്ക് വലിയ പ്രാധാന്യം നൽകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ മനുഷ്യനും അവന്റെ ഭൗതികമായ ജീവിതത്തിൽ അവന് നൽകപ്പെടുന്ന മുന്നറിയിപ്പുകളെ അവൻ ഗൗരവത്തിൽ കണ്ടില്ല എങ്കിൽ അവൻ അപകടത്തിലേക്കായിരിക്കും എത്തിപ്പെടുക എന്നതാണ്. നമുക്കറിയാം, നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ആ റോഡിൽ ചില സിഗ്നലുകൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് മുന്നിൽ ഇതാ ഒരു ഹമ്പ് ഇനി വരാനുണ്ട്, ഹമ്പ് എ ഹെഡ് എന്നുള്ള ഒരു ബോർഡ് കാണാം. വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ആ ഒരു സിഗ്നൽ കണ്ടാൽ എപ്പോഴും മുന്നിൽ ആ ഹമ്പിനെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം അവൻ വാഹനം ഓടിക്കേണ്ടത്.
കുറച്ചു മുന്നിൽ ഒരു ഇടുങ്ങിയ പാലം വരാനുണ്ട്, സൈഡിൽ നിന്ന് റോഡ് കയറി വരുന്നുണ്ട്, വാഹന തിരക്കുള്ള ജംഗ്ഷനാണ്, അങ്ങനെയൊക്കെയുള്ള സിഗ്നലുകൾ നമുക്ക് കാണാറുണ്ട്. അതിശക്തമായ ഒരു വളവ് നിങ്ങൾക്ക് മുന്നിൽ വരാനുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചു വാഹനം ഓടിക്കുക. എന്നാൽ വാഹനത്തിന്റെ വേഗത കുറയ്ക്കാതെ ആ വലിയ വളവിൽ പോയി അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് കണ്ടു നിൽക്കുന്ന മനുഷ്യർ പറയും, അവൻ എന്തൊരു വിഡ്ഢിയാണ്, ഇത്രയും വലിയ സിഗ്നൽ അവന്റെ മുന്നിലുണ്ടായിട്ട് അവന്റെ വാഹനത്തിന്റെ സ്പീഡ് കുറക്കാൻ അവൻ തയ്യാറായില്ല, അതുകൊണ്ടല്ലേ അവൻ അപകടം സംഭവിച്ചത് എന്ന് ആളുകൾ അഭിപ്രായപ്പെടും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ രംഗത്തും നമുക്ക് ചില മുന്നറിയിപ്പുകൾ നമ്മൾ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ അപകടകരമാണ് എന്നാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കുള്ള മുന്നറിയിപ്പുകാരാണ് പ്രവാചകന്മാർ. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ നമുക്കുള്ള മുന്നറിയിപ്പാണ്. ആ പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് മുബശ്ശിർ, മുൻസിർ എന്നിങ്ങനെയുള്ള രണ്ട് പദങ്ങളാണ്. മുബശ്ശിർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിപ്പിക്കുന്നവൻ, മുൻസിർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകുന്നവൻ. മുന്നറിയിപ്പ് നൽകുന്നവരായിക്കൊണ്ടാണ്, സന്തോഷ വാർത്ത നൽകുന്നവരായിക്കൊണ്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്നാണ്. എന്തിനെ കുറിച്ചാണ് അവർ മുന്നറിയിപ്പ് നൽകിയത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഅൻദർതുകും നാറൻ തലല്ലാ, ഫഅൻദർതുകും നാറൻ തലല്ലാ, നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകുന്നത് കത്തിജ്വലിക്കുന്ന നരകത്തെ സംബന്ധിച്ചാണ്. നരകത്തെ സംബന്ധിച്ചാണ് പ്രവാചകന്മാർ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്. ആ പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫദക്കിർ, പ്രവാചകരെ താങ്കൾ ഉത്ബോധിപ്പിക്കുക. ഇന്നമാ അൻത മുദക്കിർ, താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്. ഇങ്ങനെ ഒരു നരകം വരാനുണ്ട് എന്നുള്ളത് ആളുകളെ നീ ബോധ്യപ്പെടുത്തി കൊടുക്കുക, ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക. താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്, ഒരാളെയും നിർബന്ധിപ്പിക്കേണ്ടുന്ന ബാധ്യത നബിയെ താങ്കൾക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത്തരം താക്കീതുകളും മുന്നറിയിപ്പുകളും ഉപകാരം ചെയ്യുന്നവർ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫദക്കിർ ഇൻ നഫഅത്തി ദിക്റ സയദക്കറു മൻ യഖ്ശാ. അല്ലാഹനെ ഭയപ്പെടുന്ന ആളുകൾക്ക് താക്കീതുകള്, മുന്നറിയിപ്പുകള്, ഉദ്ബോധനങ്ങൾ അത് ഉപകാരം ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ ഗൗരവമായി കൊണ്ട് പ്രവാചകന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങളെ നോക്കിക്കാണേണ്ടതുണ്ട്. പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് നാളെ പരലോകത്ത് വിജയിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ നമ്മൾ മുഖവിലക്കെടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ പാരത്രികമായ ലോകം പരാജയമായിരിക്കും. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ കാണണം. അതുകൊണ്ടാണ് മനുഷ്യരെ നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിടും. നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി മനുഷ്യരെ കൊണ്ടുപോകും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവിടെയുള്ള മലക്കുകൾ അവരോട് ചോദിക്കുന്നുണ്ട്, കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ ഫഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. മനുഷ്യരെ നരകത്തിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായി കൊണ്ടുപോവുക. അങ്ങനെ നരകത്തിലേക്ക് അവരിടുമ്പോൾ അവരോട് നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുകയാണ്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ, മുന്നറിയിപ്പുകാർ വന്നില്ലായിരുന്നുവോ? മുന്നറിയിപ്പുകാർ നിങ്ങൾക്ക് വന്നില്ലായിരുന്നുവോ? എവിടുന്നാ ചോദിക്കുന്നത്? മനുഷ്യരെല്ലാം മരണപ്പെട്ട് മഹ്ശറയിലേക്ക് മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെട്ട് വിചാരണക്ക് വിധേയമാക്കപ്പെട്ട് നന്മതിന്മകളെ കണക്ക് നോക്കി നരകത്തിലേക്ക് മനുഷ്യരെ കൂട്ടം കൂട്ടമായി കൊണ്ടുപോയി നരകത്തിലേക്ക് വീഴുന്ന സന്ദർഭത്തിലാണ് നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലായിരുന്നുവോ? എന്താണ് മറുപടി? ആരും പറയില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഞങ്ങൾ ചിന്തിച്ചില്ല, ഒന്നും പറയില്ല. അവര് പറയുന്ന ആലൂ ബലാ ഖദ് ജാഅനാ നദീർ,
എല്ലാവരും പറയും, ഖാലൂ അവർ പറയും, ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് താക്കീതുകാർ മുന്നറിയിപ്പുകാർ വന്നിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പുകളോട് ഞങ്ങൾ സ്വീകരിച്ച സമീപനം ഫകദ്ദബ്നാ, അതിനെ ഞങ്ങൾ കളവാക്കി കളയുകയാണ് ചെയ്തത്. ആ മുന്നറിയിപ്പുകളൊന്നും ഞങ്ങൾ മുഖവിലക്കെടുത്തില്ല. ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ, ഉത്ബോധകന്മാർ, പ്രവാചകന്മാർ ഇങ്ങനെ ഒരു നരകമുണ്ട് എന്ന് പഠിപ്പിക്കാൻ പലരും ഞങ്ങൾക്ക് വന്നിരുന്നു. പക്ഷേ ഞങ്ങൾ അതൊന്നും മുഖവിലക്കെടുത്തില്ല, അതൊന്നും ഞങ്ങൾ കാര്യമാക്കിയെടുത്തില്ല. ഞങ്ങൾ അതിനെയൊക്കെ കളവാക്കി കളഞ്ഞു. വഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, മാ നസ്സലല്ലാഹു മിൻ ഷൈ, അല്ലാഹു ഒന്നും പുതിയതായി ഇറക്കിയിട്ടില്ല. പടച്ചോപ്പ്, ഞങ്ങൾ ജീവിച്ചു വരുന്ന രീതിയുണ്ട്, ഞങ്ങൾ കാലങ്ങളായി കൊണ്ട് കണ്ടുവരുന്ന ഒരു ദീനുണ്ട്. ഞങ്ങൾ അങ്ങനെ പോയത്. ഇവരൊന്നും പറയുന്നത് ഞങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല, ഞങ്ങള് അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അങ്ങനെ കളവാക്കി കളഞ്ഞു. ഇന്നൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങളാണ് വഴികെട്ടു പോയത്, നിങ്ങളാണ് വഴികേടിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉത്ബോധകന്മാരെ, മുന്നറിയിപ്പുകാരെ ഞങ്ങൾ തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്നിട്ട് അവരുടെ നിരാശ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ലൗ കുന്നാ നസ്മഉ, ഞങ്ങളൊന്ന് കേട്ടിരുന്നുവെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബി സഈർ, ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൽ ഞങ്ങൾ അകപ്പെടുമായിരുന്നില്ല. എവിടുന്നാ പറയണത്? നരകത്തിലേക്ക് വീഴുമ്പോഴാ പറയുന്നത്, അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, നാളെ പരലോകത്ത് അള്ളാഹു ചോദിക്കും നമ്മളോട്. നിങ്ങളിത് അറിയാത്തോണ്ടൊന്നല്ലല്ലോ, എനിക്ക് മുന്നറിയിപ്പ് കിട്ടാത്തതുകൊണ്ടൊന്നല്ലല്ലോ. പടച്ച റബ്ബിന്റെ ആ മുന്നറിയിപ്പുകൾ, പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, അതിനെ ഗൗരവമായി കാണണം. അതാണ് മരണാനന്തര ഒരു ജീവിതമുണ്ട്. മരണാനന്തരം പ്രിയമുള്ള ഒരു ജീവിതമുണ്ട്. മുൻകഴിഞ്ഞ എത്ര ആളുകൾ ലോകത്ത് കടന്നുപോയി, അല്ലേ? എത്ര ജനത ലോകത്ത് കടന്നുപോയി. നമ്മൾ മാത്രമൊന്നല്ല, ആദ് സമൂഹം, സമൂദ് ഗോത്രം, അസ്ഹാബുൽ ഐക വഖൗമു തുബഅ, ഖുർആൻ പഠിപ്പിക്കാണ്, കുല്ലും കദ്ദബർ റസൂൽ, എല്ലാവരും ഈ പ്രവാചകന്മാരെ നിഷേധിക്കുകയാണ്. എല്ലാവരും, ഖുർആൻ പഠിപ്പിക്കുക, എല്ലാവരും പ്രവാചകന്മാരെ നിഷേധിച്ചു. നമ്മുടെ ശിക്ഷയുടെ കൽപ്പന അവർക്ക് സ്ഥിരപ്പെടുകയും ചെയ്തു. പടച്ച റബ്ബേ അങ്ങോട്ട് ശിക്ഷിച്ചു. എങ്ങനെ ശിക്ഷിച്ചത്? അല്ലെ, ഇന്നും ലോകത്ത് ആ ശിക്ഷകൾ ഏറ്റുവാങ്ങിയ പ്രദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ഭൂമിയെ കീഴ്മേൽ മറിച്ചിട്ടുണ്ട്. ലൂത്ത് നബിയുടെ ജനത, അല്ലെ, ഇന്നും ചാവതടാകം, ഡെഡ് സീ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ അള്ളാഹു ശിക്ഷിച്ചു പറഞ്ഞതാണ്. അല്ലാഹു പറയാണ്, നാം അവർ ജീവിച്ച ഭൂമിയെ താഴ്ഭാഗം മുകൾ ഭാഗമാക്കി. മുഫസ്സിറുകൾ രേഖപ്പെടുത്താണ്, ആ ഭൂമി അള്ളാഹു ആകാശം വരെ ഉയർത്തിയിട്ട് ഇങ്ങനെ മറിച്ചിട്ടു. നമ്മൾ ഈ പത്തിരയൊക്കെ മറിച്ചിടൂലേ, അതേപോലെ മേൽഭാഗം താഴ്ഭാഗം, ഭൂമിയുടെ ഉപരിതലം താഴ്ഭാഗമാക്കി, ഭൂമിയുടെ താഴ്ഭാഗം മുകൾ ഭാഗമാക്കി. അതാണ് എന്ന് ഖുർആൻ പറഞ്ഞത്. എന്തേ കാരണം? പടച്ച റബ്ബിനെ നിഷേധിച്ചു. മാത്രമല്ല, ലോകത്ത് ഇതുവരെ ഒരു മനുഷ്യനും ചെയ്യാത്ത തിന്മ, ആ തിന്മക്ക് അവർ പ്രചോദനം നൽകി. അതിന്റെ തുടക്കക്കാരായി അവർ, അല്ലേ? അവർ സ്വർഗ ലൈംഗികതക്ക് അതിന് വിധേയമാക്കപ്പെട്ട, അതിന് ആളുകളെ വിധേയമാക്കിയിരുന്ന ആളുകളായിരുന്നു. ആണും ആണും തമ്മിൽ, പെണ്ണും പെണ്ണും തമ്മിൽ ലൈംഗിക ശമനം വരുത്തിയിരുന്ന, അത്രയും മ്ലേച്ഛമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു അവർ. പടച്ച റബ്ബിനോട് നന്ദികേട് കാണിച്ചവരായിരുന്നു അവർ. അവരെ പടച്ച റബ്ബ് ശിക്ഷിച്ചത് ആ രൂപത്തിലാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ചരൽക്കല്ലവരുടെ മേൽ വർഷിച്ചു. അപ്പൊ സുഹൃത്തുക്കൾ, ഇന്നത്തെ അവസ്ഥ എന്താണ് സമൂഹത്തിന്റെ? അല്ലെ, മുസ്ലിം പെൺകുട്ടികൾ വരെ ഈ സ്വർഗ ലൈംഗികതയുമായി ബന്ധപ്പെട്ട കണക്കെടുക്കുമ്പോ അവർക്കതിന് കുഴപ്പമില്ല. എന്താ ഇപ്പൊ എങ്ങനെയായാലും എന്താണെന്ന് ഒരു ഭൂരിഭാഗം വരുന്ന കുട്ടികളും, ആ മുസ്ലിം കുട്ടികളാണെങ്കിൽ അവർക്ക് പ്രശ്നമായി, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ അവര് പറയും. അത്രത്തോളം ദീനീപരമായി അധപ്പതിച്ചു പോയ ആളുകളായി മാറാൻ പടച്ചോന്റെ ശിക്ഷ വരില്ലേ, ഇടപെടൽ വരില്ലേ? മാത്രമല്ല, എത്ര ആളുകൾ, ആദ് സമൂഹം, വഇലാ ആദിൻ അഖാഹും ഹൂദാ ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ആദ് സമൂഹത്തിലേക്ക് അല്ലാഹു ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകനായി നിയോഗിക്കുകയാണ്. ആ ജനതയോട് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ ഖൗമി ഉബ്ദുല്ലാഹ്,
അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനും ഇല്ല തന്നെ. പക്ഷെ ആ സമൂഹം ഏറ്റെടുത്തില്ല. അല്ലേ? അവരും കളവാക്കി ആ പ്രവാചകൻ. ആദ്യ സമൂഹത്തിലേക്ക് നിയോഗിതനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരും പ്രിയമുള്ളവരെ കളവാക്കി കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും ശിക്ഷിച്ചു. കണ്ടോ? അവരെയും ശിക്ഷിച്ചു കളഞ്ഞു. അങ്ങനെ എത്ര ആളുകളെയാണ് പടച്ചറബ് ശിക്ഷിച്ചത്? ഒന്നും രണ്ടൊന്നല്ല. സമൂദ് ഗോത്രം, അല്ലെ? സ്വാലിഹ് നബി അവരിലേക്ക് വന്നൊരു താക്കീതുകാരനാണ്, ഒരു മുന്നറിയിപ്പുകാരനായിരുന്നു. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് നിയോഗിതനായ, ഖിയാമത്ത് നാൾ വരെയുള്ള സകല മനുഷ്യരിലേക്കും നിയോഗിതനായ പ്രവാചകന, മുന്നറിയിപ്പുകാരനാണ്. മുൻകാലക്കാർക്ക് പ്രവാചകന്മാരെ നിഷേധിച്ചത് നിമിത്തം അവർക്ക് സംഭവിച്ച അപകടങ്ങൾ, അതെന്തിനാ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? നമ്മളാ അപകടം ചെയ്യാതിരിക്കാനാ, അല്ലേ? പക്ഷേ മുൻകാലക്കാർക്ക് സംഭവിച്ചതുപോലെ ഒരു സമുദായത്തെ മുച്ചൂടും നശിപ്പിക്കൂല. അങ്ങനെ നശിപ്പിക്കൂല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സമുദായത്തെ. മുൻകാലക്കാരായ ആളുകൾ എന്താ ചെയ്തത്? വിശ്വാസികളെ രക്ഷപ്പെടുത്തി, അല്ലെ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം, ഒന്നും രണ്ടുമല്ല, 950 കൊല്ലം ആ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. അല്ലാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞു. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ആ പ്രവാചകനെ പിൻപറ്റാനും വിശ്വസിക്കാനും തയ്യാറായത്. 950 കൊല്ലം. നിങ്ങൾ സൂറത്തുൽ നൂഹ് എന്ന ഒരു അധ്യായമുണ്ട് വിശുദ്ധ ഖുർആനിൽ, എടുത്തു നോക്ക്. അദ്ദേഹത്തിന്റെ പ്രബോധനം നമ്മളെ പോലെ ഒന്നല്ല, കണ്ടോ? ആഴ്ചയിൽ ഒരു ക്ലാസ് ഒന്നല്ല. അദ്ദേഹം രാവും പകലും ഭേദമില്ലാതെ റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ വഇന്നി കുല്ലമാ ദഅൗതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറാ ثم إني دعوتهم جهارا ثم إني أعلنت لهم وأسررت لهم إسرارا وقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനം ആ ജനങ്ങളോട് രാവും പകലും ഭേദമില്ലാതെ, രാപ്പകൽ ഭേദമില്ലാതെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ആ സമൂഹത്തെ ക്ഷണിക്കുകയാണ്. ഞാൻ എപ്പോൾ അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചാലും അവർ വസ്ത്രം കൊണ്ട് അവരുടെ ശരീരം മൂടുകയാണ്. അവരുടെ കൈകൾ, വിരലുകൾ, അതെ, അവരുടെ കാതുകളിൽ അവർ തിരികെ വെക്കുകയാണ്. ഞങ്ങൾക്ക് കേൾക്കണ്ട നൂഹേ, നിന്റെ ഉപദേശം ഞങ്ങൾക്ക് കേൾക്കണ്ട നൂഹേ, നീ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കണ്ട നൂഹേ എന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രബോധനത്തെ എതിർക്കുകയാണ്. അവർ കുതപ്പിട്ട് മൂടുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്നി ദഅൗതുഹും ജിഹാറാ, എന്നിട്ട് ഞാൻ അവരെ ഉറക്കെ വിളിച്ചു, പക്ഷേ അവർ അത് സ്വീകരിച്ചില്ല. രഹസ്യമായി അവരെ ഞാൻ ദീനിലേക്ക് ക്ഷണിച്ചു, അവരത് സ്വീകരിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരും എന്നവരോട് പറഞ്ഞു. അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല. 950 വർഷക്കാലത്തോളം അള്ളാന്റെ ദീന് പരിചയപ്പെടുത്തിയിട്ട് ആ പ്രവാചകന് ലഭിച്ചത് വെറും വിരലിന്നാവുന്ന ആളുകളാണ്. 20ഓളം ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേട്ടോ. 950 കൊല്ലം. എന്തേ ആ സമുദായത്തെ അല്ലാഹ് ചെയ്തത്? വിശ്വാസികളെ മുഴുവൻ കപ്പലിൽ രക്ഷപ്പെടുത്തി, അല്ലേ? ആ വിശ്വാസികളിൽ നൂഹ് നബിയുടെ ഭാര്യ ഉണ്ടായിരുന്നില്ല, നൂഹ് നബിയുടെ മകൻ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, കണ്ടോ? പ്രവാചകന്മാരെ അള്ളാഹു നാളെ പരലോകത്ത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭീകരമായ ശിക്ഷയുണ്ട്, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ എന്ന താക്കീതുകാരായി, മുന്നറിയിപ്പുകാരായി നിയോഗിച്ചിട്ട് അത് സ്വീകരിക്കാൻ തയ്യാറാകാത്ത ആളുകൾ, അതിൽ പ്രവാചകന്റെ ഭാര്യയുണ്ടായി, പ്രവാചകന്റെ മകനുണ്ടായി. കണ്ടോ? നൂഹ് നബിക്ക് തന്റെ മകനെയും ഭാര്യ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കപ്പലിൽ ഇങ്ങനെ കയറി അല്ലാഹ് എങ്ങനെ അവരെ നശിപ്പിച്ചു കളഞ്ഞത്? ആകാശത്തു നിന്നും ശക്തമായ പേമാരി, ഭൂമിയിൽ നിന്ന് അല്ലാഹു ഉറവ പൊട്ടിച്ചു. ഭൂമിയിൽ നിന്ന് ഉറവയും ആകാശത്ത് നിന്ന് ശക്തമായ പേമാരിയും, അല്ലേ?
അവർ വെള്ളത്തിൽ മുങ്ങി, എല്ലാവരെയും അള്ളാഹു മുക്കിക്കൊന്നു. പിന്നെ ലോകത്ത് വിശ്വാസികൾ മാത്രം, ആ കപ്പലിൽ കയറിയ ആളുകൾ മാത്രം. പക്ഷേ തലമുറകൾ കടന്നുപോയി, വീണ്ടും അവരിലേക്ക് ശിർക്ക് കടന്നു വന്നു, അല്ലെ? വീണ്ടും പ്രവാചകന്മാർ നിയോഗിതരായി. ഒന്നു രണ്ടൊന്നല്ല, ധാരാളക്കണക്കിന് പ്രവാചകന്മാർ കടന്നു വരാത്ത ഒരു ജനതയും കഴിഞ്ഞു പോയിട്ടില്ല എന്നാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ഒരു ജനതയും കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മനുഷ്യരോട് ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു നരകമുണ്ട് എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഉത്ബോധകന്മാർ, പ്രവാചകന്മാർ വന്നില്ലായിരുന്നുവോ? എല്ലാരും പറയണ മറുപടി എന്താ? ബലാ ഖദ് ജാഅനാ നദീർ, അതെ ഞങ്ങൾക്ക് വന്നിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പ്രിയമുള്ളവരെ അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ പല നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ അവരെ ശിക്ഷിച്ചു കളയുകയാണ്. ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരൽ വർഷം മൂലം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ചില ആളുകളെ അല്ലാഹു ഘോര ശബ്ദത്തിന് വിധേയമാക്കി കൊന്നു കളഞ്ഞിട്ടുണ്ട്. ചില ആളുകളെ അല്ലാഹു ഭൂമി അങ്ങ് ഇളക്കി മുറിച്ചുകൊണ്ട് അവരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. കണ്ടോ? എന്തേ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, فكلن أخذنا بذنبه فمنهم من أرسلنا عليه حاصبا. എല്ലാവരും അവരുടെ പാപം നിമിത്തമാണ് നാം അവരെയെല്ലാം പിടികൂടിയത്. പടച്ചറബ് പറയാണ്, അവരുടെ പാപങ്ങൾ നിമിത്തമാണ് അവരെ മുഴുവൻ നാം പിടികൂടിയത്. فمنهم من أرسلنا عليه حاصبا. അവരിൽ ചിലരിലേക്ക് ഞാൻ ശക്തമായ ചരൽ കാറ്റ് അയച്ചിട്ടുണ്ട്, ചരൽ വർഷം നടത്തിയിട്ടുണ്ട്. വമിൻഹും മൻ അഖദതുഹു സ്വൈഹ. അവരിൽ ചിലരെ നാം ഘോര ശബ്ദം നിമിത്തം പിടികൂടിയിട്ടുണ്ട്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള. അവരിൽ ചിലരെ നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട്. വമിൻഹും മൻ അഗ്റഖ്നാ. അവരിൽ ചിലരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. മാ കാനല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. എന്നാൽ മാ കാനല്ലാഹു ലിയദ്ലിമഹും, അല്ലാഹു അവരോട് അക്രമം കാണിച്ചതല്ല, പടച്ചറബ് അവരോട് അനീതി കാണിച്ചതല്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അവർ അവരോട് തന്നെയാണ് അക്രമം കാണിച്ചത്. ഇതൊന്നും പടച്ചോൻ ശിക്ഷിച്ചത് അല്ലാഹു അവരുടെ അക്രമം കാണിച്ചതൊന്നല്ല. അവരുടെ ജീവിതത്തിൽ അവർ പടച്ച റബ്ബിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ, പ്രവാചകന്മാരെ അനുസരിക്കാൻ തയ്യാറാക്കാത്ത നിമിത്തം അവർ അവരോട് തന്നെയാണ് അക്രമം കാണിച്ചത്. അത് മുഖേനയാണ് അവരെ നാം ശിക്ഷിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ, അല്ലെ, പണ്ടും നമ്മുടെ നാട്ടിൽ ദുരന്ത വാർത്തകൾ ഉണ്ടായിരുന്നില്ല. എന്തെല്ലാം ദുരന്തങ്ങളാണ്, അല്ലെ, എന്തെല്ലാം പഠിത്തു കഴിഞ്ഞ വയനാട് ദുരന്തം നമുക്കറിയാം. രാത്രി കിടന്നുറങ്ങിയവരാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങും പോലെ കിടന്നുറങ്ങിയവരാണ്. പ്രഭാതമായപ്പോഴേക്കും ആളെ തന്നെ കാണാല്ല, വീട് കാണാല്ല. ഇരുനില കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ വെള്ളവും ചളിയും അതുപോലെ തന്നെ മരങ്ങളും വന്ന് കരയാണ്, അല്ലേ? ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും മരിച്ചുപോയ വീടുകൾ അവിടെ ഉണ്ടായി. ഒരു കുടുംബത്തിൽ ഒരു ഉമ്മ ഒരു കുട്ടി അങ്ങനെ എടുത്തുകൂടുകയാണ്. ഒരു കുട്ടിനെ കയ്യിലും പിടിച്ചിട്ടുണ്ട്. ആ കയ്യിൽ പിടിച്ച കുട്ടി അവിടെ ഒഴുകിപ്പോയി. കയ്യിൽ പിടിച്ച കുട്ടി എത്ര വയസ്സുണ്ടാവും സുഹൃത്തുക്കൾ? 4-5 വയസ്സുള്ള കുട്ടി. കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ കാണണം അവനാന്റെ കുട്ടിയാണ് മരിക്കണത്. നിസ്സഹായമായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ, അല്ലേ? എത്ര വാർത്തകൾ നമ്മൾ കണ്ടു. അതിന്റെയൊക്കെ ഭൗതികമായ ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല മുഅ്മിനായ മനുഷ്യൻ. അതെന്തേ കാരണം? അത് അവിടെ വെള്ളം വന്നു. അതൊരു ഭൂമി വളരെ പെട്ടെന്ന് മണ്ണൊക്കെ ഒഴുകി വരുന്ന പ്രദേശമായിരുന്നു. അവിടെ ചെറിയ പുഴ ഒഴുകി. അത് മാത്രമല്ല, വിശ്വാസം ചിന്തിക്കേണ്ട, എന്തുകൊണ്ട് പടച്ച റബ്ബ് ഇത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു എന്ന്. എന്തെല്ലാം ദുരന്തങ്ങൾ സുഹൃത്തുക്കളെ, അല്ലേ? എന്തെല്ലാം. ഇവിടെ പ്രളയം കഴിഞ്ഞു, നിപ്പ വൈറസ് ബാധ ഉണ്ടായി, അതുപോലെ തന്നെ കൊറോണ വൈറസ് ബാധ ഉണ്ടായി, അല്ലേ? ഇതുപോലെയുള്ള പ്രളയങ്ങളുണ്ടായി, പലതും ഉണ്ടായി, അല്ലേ? നമ്മൾ ചിന്തിക്കുന്നത് അറിയോ? ഇതൊക്കെ ഉണ്ടായപ്പോഴും നമ്മൾ അതിൽ പെട്ടിട്ടില്ലല്ലോ. അൽഹംദുലില്ലാ. നമ്മൾ സുരക്ഷിതരാണോ സുഹൃത്തുക്കളെ? നമ്മൾ സുരക്ഷിതരാണ്. നമ്മൾ വിചാരിക്കും എന്റെ നാട്ടിൽ വലിയ കുന്നൊന്നുമില്ല, പുഴയില്ല, നല്ല പ്രദേശത്താണ് എന്റെ വീട്, അതുകൊണ്ട് ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
ആരും ചിന്തിക്കേണ്ടതില്ല. കണ്ടോ, എല്ലാവരിലേക്കും ഇത് കടന്നു വരും. എല്ലാവരിലേക്കും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. ഒന്ന് ഭൂമി ഒന്ന് ഒരു നിശ്ചിത അളവിലൊന്ന് കുലുങ്ങിയാൽ മതി, നമ്മളിന്നൊരു പൊടി ഉണ്ടാവില്ല, നമ്മളിന്ന് തെരഞ്ഞെടുക്കാൻ പോലും കിട്ടൂല. അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. പടച്ച റബ്ബിന്റെ ചില തീരുമാനങ്ങൾ, പടച്ച റബ്ബ് നടപ്പിലാക്കുന്ന ചില പരീക്ഷണങ്ങൾ അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നമ്മൾ എങ്ങനെ മരിക്കേണ്ടി വന്നാലും എപ്പോൾ മരിക്കേണ്ടി വന്നാലും നമ്മൾ വിശുദ്ധരാവുക എന്നുള്ളതാണ്. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ അവസ്ഥ എന്താ? നമ്മുടെയൊക്കെ വീടുകളിൽ എന്താണ് സുഹൃത്തുക്കളെ വീട്ടിലേക്ക് അവസ്ഥ? അല്ലെ, മൊബൈലുകളിൽ അശ്ലീലതകളും അനാവശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുക, പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം, ഇങ്ങനെ തുടങ്ങി ഒരു ലജ്ജയുമില്ലാതെ. പണ്ടൊക്കെ ഒരു മനുഷ്യന് വഴിതെറ്റാൻ കുറച്ച് പ്രയാസമായിരുന്നു, അവസരങ്ങൾ കുറവായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. അല്ലെ, എത്ര കുട്ടികളാണ് 18 വയസ്സാകുമ്പോൾ മറ്റുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോണത്. ഒരു ലജ്ജയില്ല, ഒരു പ്രശ്നമില്ല. അല്ലെ, 2 മുസ്ലിം പെൺകുട്ടികളാ പരസ്പരം കല്യാണം കഴിച്ചത്. വ്യാപകമായിട്ടുണ്ട് എന്നല്ല, എത്ര നിസാരമായി കൊണ്ടാണ് ഇസ്ലാം അതിശക്തമായ നിലക്ക് ചെയ്യരുതേ എന്ന് പറഞ്ഞ തിന്മകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലഹരി, ഓരോ പ്രദേശങ്ങളിലും ചെറുപ്പക്കാർ ഇന്ന് ലഹരി ഉപയോഗിക്കാത്തവരുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. എന്ത് തിന്മയാണ് ഇല്ലാത്തത്? എന്ത് തെറ്റല്ലാത്തത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിന്റെയൊക്കെ പേരിൽ പടച്ചോൻ നമ്മളെ പിടിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലൗ യുആഖിദുഹുല്ലാഹു അൻ-നാസ ബിദുൽമിഹിം മാ തറക അലൈഹാ മിൻ ദാബ്ബ വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ. ലൗ യുആഖിദുഹുല്ലാഹു അൻ-നാസ ബിദുൽമിഹിം, മനുഷ്യർ ചെയ്യുന്ന അക്രമത്തിന്റെ കാരണമായി നാം അവരെ പിടിച്ചിരുന്നുവെങ്കിൽ, നാം അവരെ പിടികൂടി ശിക്ഷിച്ചിരുന്നുവെങ്കിൽ, ഭൂമി ലോകത്തൊരു ജീവിവർഗവും ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾ ചെയ്യുന്ന തിന്മക്കൊക്കെ പടച്ചോ ആ നിമിഷം ഇങ്ങനെ പിടിക്കുകയാണെങ്കിലേ ഈ ഭൂമി ലോകത്തൊരു ജീവിവർഗവും ഉണ്ടാകുമായിരുന്നില്ല. അല്ലാഹു ഒരു നിശ്ചിത അവധി വരെ നമുക്ക് അവധി നീട്ടി നൽകിയിരിക്കുകയാണ്. لا يستأخرون ساعة ولا يستقدمون. ആ അവധി എത്തിയാലേ ഒരു നിമിഷം പോലും മുന്നോട്ടോ പുറകോട്ടോ ഉണ്ടാവൂല. അങ്ങോട്ട് പിടിക്കപ്പെടും, അങ്ങോട്ട് മരണം നമ്മളോട് പിടികൂടും. അത് പല കാരണം ഉണ്ടാകാം. ചിലപ്പോ ഇങ്ങനെ ഇരിക്കും, അല്ലേ? ചിലപ്പോ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ അടുത്ത പ്രദേശത്ത് കണ്ടതുപോലെ ഇരിക്കും. അങ്ങനെയാകാം, എങ്ങനെ നമുക്കറിയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്കൊരു അവധി പടച്ചോ നീട്ടിത്തരാൻ. അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കൂടുതൽ പടച്ചോനിലേക്ക് അടുക്കുക ചെയ്യേണ്ടത്, അള്ളാഹുവിലേക്ക് അടുക്കുക. എന്തുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്? അല്ലെ, മുന്നേ ഒന്നും കേൾക്കാത്ത പല രൂപത്തിലുള്ള രോഗങ്ങൾ, പകർച്ചവ്യാധികൾ നമ്മൾ 1-2 വർഷം അനുഭവിച്ചില്ലേ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? സ്വന്തം പിതാവിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ കഴിയാത്ത മക്കളുണ്ടായി, അല്ലെ? സ്വന്തം മാതാവ് മരണപ്പെട്ടപ്പോൾ ആ മയ്യത്ത് നിസ്കരിക്കാൻ കഴിയാത്ത മക്കളുണ്ടായി. ആ ജനാസയൊന്നും കാണാൻ പോലും കഴിയാത്ത എത്രയോ ആളുകളുണ്ടായി. എത്ര ആളുകൾ ആ ലോകത്തോട്. ഇനി എന്നാ നമ്മൾ പഠിക്കുക? ഇനി എന്നാ നമ്മുടെ ജീവിതത്തിൽ ഒരു പുനരാലോചന ഉണ്ടാകുക? പടച്ചോൻ ഇതൊക്കെ നമുക്ക് നൽകണെന്തിനാ? ഇതൊക്കെ നമുക്കൊരു മുന്നറിയിപ്പാണ്. എത്ര നമ്മൾക്ക് കഴിവുണ്ടെങ്കിലും എത്ര സ്വാധീനമുണ്ടെങ്കിലും മനുഷ്യൻ തികച്ചും ദുർബലനാണ് എന്ന പാഠമാണ് പ്രിയമുള്ളവരെ ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, നമ്മളൊന്നുമല്ല. ഖുർആൻ പഠിപ്പിക്കണം അങ്ങനെ, ഖുലിഖൽ ഇൻസാന ദഈഫ, മനുഷ്യൻ തികച്ചും ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. എന്ത് കഴിവുള്ളത്? ഒരു കഴിവില്ല, ഒന്നുമില്ല. നമുക്ക് തോന്നാണ് നമ്മുടെ ആരോഗ്യം, നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, ഇതിനൊക്കെ വലിയ സ്വാധീനമുണ്ട്. ഒന്നുമില്ല, അല്ലേ? എല്ലാം നശിപ്പിക്കപ്പെട്ട് നിരാലംബരായി ശൂന്യമായ കൈകളുമായി അടുത്ത പ്രഭാതത്തിൽ തന്റെ വീട് എവിടെയാണ് നിന്നിരുന്നത് എന്ന് പോലും അറിയാത്ത ആളുകളെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടവരാണ്.
വന്നിങ്ങനെ നോക്കുകയാണ്, എന്റെ വീട് ഇവിടെ എവിടെയായിരുന്നു, എന്റെ വീട് ഇവിടെ എവിടെയായിരുന്നു എന്റെ വീട്. പ്രഭാതമായപ്പോൾ എത്ര നിമിഷം ഉണ്ടായത്, എത്ര സമയം ഉണ്ടായത് അല്ലേ? ഞാൻ 70 വർഷവും 80 വർഷവും ഇവിടെ ജീവിച്ചിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ കിടന്നുറങ്ങിയ മനുഷ്യരാ. അങ്ങനെ കിടന്നുറങ്ങി വിതുമ്പലുകൾ, വേദനകൾ, രോദനങ്ങൾ, ഒറ്റപ്പെടലുകൾ. അൽഹംദുലില്ലാഹ് നമ്മളൊന്നും അതിൽ പെട്ടുപോയില്ലല്ലോ അല്ലേ? പടച്ചറബിന് എത്ര ശുക്ർ ചെയ്യണം, എത്ര ശുക്ർ ചെയ്യണം പ്രിയമുള്ളവരെ. അള്ളാഹു അത്തരം പരീക്ഷണങ്ങളിൽ നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന താക്കീതുകളാണ്, മുന്നറിയിപ്പുകളാണ്. പ്രവാചകന്മാർ നമുക്ക് മുന്നറിയിപ്പുകാരായതുപോലെ ഇനിയൊരു പ്രവാചകൻ വരാനില്ല. ഇനി ബുദ്ധിയുള്ള മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പടച്ചറബിന്റെ ഇടപെടലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു അയക്കുന്നില്ല ഭയപ്പെടുത്താൻ വേണ്ടിയല്ലാതെ. ഇത്തരം ദൃഷ്ടാന്തങ്ങളൊക്കെ കാണുമ്പോ ഒരു പേടി നമുക്കുണ്ടാകണം. പടച്ചറബിലേക്ക് മടങ്ങാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അല്ലാഹുവിലേക്ക് പാപമോചനത്തിന് വേണ്ടി തേടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഇടപെടലുകൾ ഉണ്ടാക്കുന്നത്, ഇത്തരം ചില പല രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ നുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാണ്, നാം അവരെ അനുഭവിപ്പിക്കുന്ന വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ, ചെറിയ ശിക്ഷകൾ അവരെ നാം അനുഭവിപ്പിക്കും. ദൂനൽ അദാബിൽ അക്ബർ, ഏറ്റവും വലിയ ശിക്ഷക്ക് മുമ്പ് ഇനിയൊരു ശിക്ഷ വരാണ്ട്, അതാണ് നരക ശിക്ഷ. അതിനു മുമ്പ് നിങ്ങൾക്ക് ചില ചെറിയ ശിക്ഷകൾ നിങ്ങൾ അനുഭവിപ്പിക്കും. എന്തിനാത്? ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ മടങ്ങാൻ വേണ്ടിയാണ്. അവർ മടങ്ങുന്നവരായേക്കാം. അതൊക്കെ ഇടപെടുമ്പോഴേ ഒരു രോഗക്കണ്ണ് വരുമ്പോ പടച്ചോന് ഓർമ്മ വേണം ഉണ്ടോ? ഇങ്ങനെ നടന്നാല് അങ്ങോട്ട് നാളെ പരലോകം നഷ്ടയിരിക്കും എന്നുള്ളൊരു ബോധം ഉണ്ടാകണം. അതുകൊണ്ടാണ് പനി പോലും നിങ്ങൾക്കുള്ള ദൂതനാണ്. നിങ്ങളുടെ ശരീരത്തിൽ വളരുന്ന രോമം അതൊന്ന് നിരച്ചാൽ ആ നിര നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് കേട്ടോ. അതൊരു മുന്നറിയിപ്പാണ് എന്നാ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്? നമ്മുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. അതേ കരയിലും കടലിലും കുഴപ്പങ്ങൾ വ്യാപകമായി. ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി, മനുഷ്യരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ ഭൂമിയിലും അതുപോലെ തന്നെ കരയിലും കടലിലുമൊക്കെ കുഴപ്പങ്ങൾ പ്രകടമായത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. നമ്മുടെ കൈകൾ, നമ്മുടെ ജീവിതത്തിലുള്ള ക്രമമില്ലായ്മ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ, ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ് പടച്ചറബിന്റെ ഇടപെടലുകൾക്ക് കാരണം. മാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. ഖുർആൻ പഠിപ്പിക്കാണ്, ഒരു മുസീബത്തും നിങ്ങൾക്ക് ബാധിക്കുന്നില്ല നിങ്ങളുടെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, അല്ലാഹു എത്ര റഹ്മാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാണ് അല്ലേ? ഇന്ന് ആളുകൾ പറയാണ് പടച്ചോനാണ്, ഒരു മനുഷ്യൻ പടച്ചോനാണ്, ഒരു മനുഷ്യൻ പടച്ചോനാണ്. അല്ലാഹ് എത്ര ഔദാര്യവാന സുഹൃത്തുക്കളെ. ഒരു കോഴിക്കോട് ജനിച്ച് മരിച്ച ഒരു മനുഷ്യൻ പടച്ചോനാണ്. എത്ര കുഫ്രിയത്തിന്റെ വാദമാണ്. ലോകത്തൊരു മനുഷ്യനും ഇങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലേ? ഫിർഔന് പറഞ്ഞിട്ടുണ്ട്, വേറെ ആരാ പറഞ്ഞ? ആരും പറഞ്ഞിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകൾ വരെ പടച്ചോൻ ആലോചിച്ചാര അല്ലേന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിൽ ഒരു ഭൂരിഭാഗം ആളുകൾ അല്ലേ, CM മടവൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജന്മമെടുത്ത് ഒരു നിശ്ചിത അവധി എത്തിയപ്പോൾ, ഭൂമി ലോകത്തേക്ക് ജന്മമെടുത്ത് അല്ലാഹ് നിശ്ചയിച്ച അവധി കഴിഞ്ഞപ്പോൾ ലോകത്തോട് വിട പറഞ്ഞ് അതേ ഖബറിൽ അന്ത്യവിശ്രമം കൊണ്ട് അതേ അവന്റെ എല്ലും തോലും ഒക്കെ മണ്ണോട് മണ്ണ് ചേർന്ന ആ മനുഷ്യൻ, സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയാത്ത മനുഷ്യൻ,
മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഭൂമിയിൽ വെച്ച് അനുഭവിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ പടച്ചോനാണ്. അള്ളാഹ് ഭൂമി കുലുക്കിയില്ലെങ്കിലേ അത്ഭുതം അല്ലേ? അള്ളാഹു ഭൂമി സുഹൃത്തുക്കളെ കീഴ്മേൽ മറിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതിനേക്കാൾ വലിയ നന്ദികേട് പ്രിയമുള്ളവരെ എന്താണുള്ളത്? ഇത്ര കുഫ്രിയത്ത്, ഇത്ര ശിർക്കൻ വിശ്വാസം ആർക്കാണുള്ളത്? എല്ലാം പടച്ചോൻ നൽകാത്ത എന്തെങ്കിലും സുഹൃത്തുക്കളെ ആർക്കാണുള്ളത്? എന്തെങ്കിലും ഒന്ന് മാറ്റിവെക്കാൻ നമുക്ക് കഴിയും? നമ്മുടെ കണ്ണ് പടച്ചോൻ തന്നതാ. ഈ കണ്ണ് ഇതേ രൂപത്തിൽ അന്യൂനമായി പ്രവർത്തിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒന്ന് സംവിധാനിക്കാൻ ലോകത്താർക്കെങ്കിലും കഴിയോ? ഇല്ല അല്ലേ? ആയിരക്കണക്കിന് ചെറിയ ചെറിയ ഉപകരണങ്ങൾ, മെഗാ പിക്സൽ ക്യാമറകൾ, അതിനേക്കാൾ ശക്തമായി നമ്മുടെ കണ്ണ് സൃഷ്ടിച്ച പടച്ചോൻ, അത് ഉപയോഗിക്കുന്ന മനുഷ്യൻ പറയാൻ ഇങ്ങനെ തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കി, പടച്ചോന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് എണ്ണിയാൽ അതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നിട്ട് മനുഷ്യൻ പടച്ചോനാണ്. സുഹൃത്തുക്കളെ, പ്രവാചകന്മാർ കടന്നു വന്നുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്താ അറിയോ? ഏറ്റവും സുപ്രധാനം, എല്ലാ പ്രവാചകരും അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ. പടച്ചോൻ നമ്മളോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന് എല്ലാ സൗകര്യങ്ങളും തന്ന പടച്ച റബ്ബേ, നമ്മളോട് തിരിച്ച് ഒരേ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, എന്നെ മാത്രം ആരാധിക്കണം, എന്നോട് നിങ്ങൾ പങ്കു ചേർക്കരുത്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഖുൽ നബിയെ പ്രഖ്യാപിക്കുക ജനങ്ങളോട്, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന് പറഞ്ഞ നബിയെ. കേട്ടോ, പ്രവാചകന്മാർ മുഴുവൻ പഠിപ്പിച്ചതാണ്. എല്ലാ പ്രവാചകന്മാർ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നമ്മൾ പടച്ചവനോട് കൊടുക്കുന്ന ഒരു കരാറാണ്. കണ്ടോ, നിരന്തരം ഓരോ ദിവസവും നിർബന്ധമായി 17 തവണ പടച്ചോൻ നമ്മൾ കൊടുക്കുന്ന ഒരു കരാറാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചോനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പറയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതൊക്കെ മരിച്ചുപോയ മഹാന്മാരെന്ന് പറയപ്പെടുന്ന ആളുടെ ഖബറിന്റെ അടുക്ക പോവുക, അവിടെ പോയി തവാഫ് ചെയ്യുക, അവിടെ പൂമൂട്, അവിടെ ജാറം മൂട്, അവിടെ വിളക്ക് കത്തിക്കുക അല്ലേ? ആ മനുഷ്യൻ മരിച്ച മനുഷ്യൻ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ബുദ്ധിയൊന്നും ഉപയോഗിച്ചു ആ മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്ത അയാൾക്ക് വല്ല കഴിവുണ്ടെങ്കിൽ, ആ മരിച്ച് ഖബറിൽ പോയ മനുഷ്യന് വല്ല കഴിവുണ്ടെങ്കിൽ അയാളുടെ ജീവിതം രക്ഷപ്പെടുത്തൂലേ? അയാളുടെ ജീവൻ രക്ഷപ്പെടുത്തൂലേ? അതിന് കഴിയാത്ത മനുഷ്യനാണല്ലോ 6 അടി മണ്ണ് പോയത്. ഇത് ആ മനുഷ്യന്റെ അടുത്ത് പോയിട്ട് നമ്മളെ പ്രയാസം പറയാം. സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയാത്തവരുടെ മുന്നിൽ പോയിട്ട് പടച്ചോൻ പൊറുക്കൂല. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. കേട്ടോ, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കൽ. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് മറ്റുള്ള പാപം അല്ലാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടാണ് എന്ത്? ശിർക്ക് എന്നുള്ളത്. പടച്ച റബ്ബിന്റെ കൂടെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുക, മറ്റുള്ളവരോട് സഹായം തേടുക, മറ്റുള്ളവരുടെ മുന്നിൽ പോയി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക, മറ്റുള്ളവരിൽ തവക്കുലാക്കുക. കുട്ടികളൊക്കെ ഇങ്ങനെ കൈത്തണ്ടയിലും അരയിലൊക്കെ നോക്കിക്കാണാം. ഗൂഡ്സ് ട്രെയിനിന്റെ ബോഗി പോലെക്കാരൻ, ഏലസിന്റെ ഒരു 5 കളിയേക്കാരൻ, ഒന്ന് പനിക്കുള്ളത്, ഒന്ന് രാത്രി വായിപ്പാത്താതിരിക്കാൻ, ഒന്ന് ഉറക്കത്തിന് ഞെട്ടി എണീക്കാതിരിക്കാൻ അല്ലേ? എല്ലാവരും ഉണ്ടാകും ഓരോന്ന്. തപ്പി നോക്കിയാൽ അരയിലിങ്ങനെ നോക്കിയാ ബോഗിയാണ് തന്നെ, ഗൂഡ്സ് ട്രെയിനിന്റെ ബോഗി പോലെ ഇങ്ങനെ. എന്നിട്ട് ഈ മനുഷ്യന്റെ വിചാരം എന്താ? നിങ്ങൾ ആലോചിക്കേണ്ട എന്തായാലും, ഇതൊക്കെ നിങ്ങൾക്ക് തരുന്ന ആൾക്കാർ ഓല കുട്ടികൾക്ക് വയ്യാതായി ഓരോ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഓല ആരും ഓരോ മക്കൾക്ക് നീട്ടി കൊടുക്കൂല, ഓല മക്കൾക്ക് വയറ്റിൽ എഴുതി കുടിപ്പിക്കൂല. നിങ്ങൾ നോക്കിയാൽ മതി, ഈ ചെയ്യണ മനുഷ്യന്മാരുണ്ടല്ലോ, ഏലസ് കെട്ടിത്തരുന്ന ആൾക്കാർ, അതുപോലെ തന്നെ പ്ലേറ്റ് കുടിപ്പിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ തുടങ്ങി എല്ലാ കുതന്ത്രങ്ങളും അതിന് പൈസ വാങ്ങുന്ന ആൾക്കാർ, ഓരോ മക്കൾക്ക് വയ്യാതായി ഓരെന്താ ചെയ്യുക? എന്നാ മോനെ ഇതൊന്ന് കെട്ടിക്കോറയോ പറയില്ല. നിങ്ങൾ ഏത് ഇത്തരം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരെ കുട്ടികളെ അരയിലും കൈത്തണ്ടയിലൊക്കെ തപ്പിയൊക്കി ഒറ്റ ആൾക്ക് ഉണ്ടാവൂല. എന്നാ മഹലിലുള്ള എല്ലാവർക്കും മൂപ്പര് കെട്ടി കൊടുത്തിട്ടുണ്ടാവും.
കണ്ടോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ അല്ലക തമീമതൻ ഫഖദ് കഫറ ഔ അശ്റക. ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു അല്ലെങ്കിൽ കാഫിറായി. കണ്ടോ? 10 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു ഇസ്ലാം സ്വീകരിക്കുക. 9 ആളേക്കൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് സ്വീകരിച്ചു. ഒരാളേക്ക് ഇസ്ലാമിലേക്ക് വരാൻ അനുവാദം കൊടുത്തില്ല. അയാളെ കൈത്തണ്ടയിൽ ഒരു ഏലസ് ഉണ്ടായിരുന്നു. അത് അങ്ങോട്ട് വലിച്ചു പൊട്ടിച്ചതിന് ശേഷമാണ് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അനുവാദം കൊടുത്തത്. ഇവിടെ മുസ്ലിമായ മനുഷ്യന്മാരെ എല്ലായിടത്തും, ഇനി ശരീരത്തിൽ മാത്രമല്ല, പെരടമ്പിലുണ്ടാവും, അടുപ്പിലുണ്ടാവും, പെരട മൂലക്കുണ്ടാവും, മേലെ താഴെ വേറെ ഉണ്ടാവും, മണ്ണിൽ കുഴിച്ചിട്ട് അല്ലേ. ഏലസ് മേല് മാത്രമൊന്നല്ല, പീടിയെ പോയി നോക്കിയ കടയിലുണ്ടെങ്കിൽ ആ കടയിലുണ്ടാകും കേസിന്റെ അവിടെ ഒരു ഫ്രെയിം ചെയ്ത സാധനം. അതിന്റെ കച്ചവടം നഷ്ടത്തിലാകാതിരിക്കാൻ. ഓട്ടർഷക്കാരനാണെങ്കിൽ അതിന്റെ മുന്നിലുണ്ടാവും ഒരു പച്ചക്കട്ടി. ഇങ്ങനെ തുടങ്ങി പടച്ച റബ്ബിനോട് കുഫ്രിയത്ത് കാണിക്കുന്ന ഒരു സമൂഹമല്ലേ സുഹൃത്തുക്കളെ ഭൂരിഭാഗം ആൾക്കാർ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത്തരം തിന്മകൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇന്നെന്താ അറിയോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഭൂമിയുടെ എത്ര വലുതായി ഭൂമി അല്ലേ, എത്ര വലുതാണ്. അതിന്റെ ചെറിയൊരു ഭാഗം, ഒരു ചെറിയൊരു അംശം മാത്രമാണ് ഇപ്പൊ ഈ വയനാട് ഒരു ദുരന്തം ഉണ്ടായത്. ചെറിയൊരു അംശമാണ് എന്ത് ചെയ്തത്, ഇങ്ങോട്ട് ഇടിഞ്ഞ് വന്നത്. വെള്ളവും മണ്ണും മരമൊക്കെ കൂടി. എന്നാൽ അവർക്ക് ഓടിക്കയറാൻ ചില കുന്നുകളൊക്കെ ഉണ്ടായിരുന്നു. ചില ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഓടി, ഞങ്ങളുടെ മക്കളെയും കൊണ്ട് ഞങ്ങൾ ഓടി കുന്നിൻ പ്രദേശത്തേക്ക് കയറി, ആ എസ്റ്റേറ്റിൽ കയറി നിന്നത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. നിങ്ങൾ അന്നത്തെ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കി അല്ലേ, ഓരോ ആൾക്കാരും പറയാണ്, എന്റെ മക്കൾ ഒഴുകി പോണത് ഞാൻ കണ്ടു, പിടിക്കാൻ കിട്ടിയില്ല, എന്റെ വാപ്പാനക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, എന്റെ ഉമ്മാനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അയൽവാസികൾ ഉണ്ടായിരുന്നു, രക്ഷപ്പെടുത്താൻ പോയ മനുഷ്യൻ അയാളും മരണത്തിലേക്ക് കീഴടങ്ങി. ഞങ്ങൾ ഇങ്ങോട്ട് ഓടിക്കയറി, രാവിലെ ഒരു മുന്നിലായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ സുഹൃത്തുക്കളെ. എന്നാൽ ഈ ഭൂമി മുഴുവൻ ഉഴുതു മറിക്കുന്ന ഒരു സമയം വരാൻ, എവിടേക്കും രക്ഷപ്പെട്ടോടാൻ കഴിയാത്ത ഒരു സമയം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ആകാശങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പിളരുമ്പോൾ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, അതുപോലെ തന്നെ സമുദ്രങ്ങൾ കത്തിക്കപ്പെടുമ്പോൾ, എവിടേക്കും ഒരാൾക്കും രക്ഷപ്പെടാൻ ഓടാനൊന്നും. അതാ ഖിയാമത്ത് നാൾ പറഞ്ഞാൽ. കണ്ടോ, അതാണ് ഖിയാമത്ത്. ഒരാൾക്കും എവിടേക്കും ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സമയമാണ് ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. കണ്ടോ, ദിവസത്തിന്റെ പ്രത്യേകത എന്താ? യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്. മുല കൊടുക്കുന്ന ഒരു മാതാവ് തന്റെ കുഞ്ഞിന് മുല കൊടുക്കുന്നത് മറന്നുപോകുന്ന ദിവസമാണ്. ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ, പിഞ്ചു കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി കൊടുക്കുന്ന സമയം, മുല കൊടുക്കുന്ന സമയം. പക്ഷെ അത് മറന്നു പോകുന്നു. ഗർഭിണിയായ സ്ത്രീകൾ അവരുടെ ഗർഭം പ്രസവിച്ചു പോകുന്ന ദിവസമാണ്. മനുഷ്യരൊക്കെ ലഹരി ബാധിക്കപ്പെട്ടവരെ പോലെയായിരിക്കും. പക്ഷെ അവരൊന്നും ലഹരി ഉപയോഗിച്ചു വരുന്നവരല്ല, ലഹരി ഉപയോഗിച്ചിട്ടൊന്നല്ല. പക്ഷെ ലഹരി ബാധിക്കപ്പെട്ടവർ എവിടേക്കും രക്ഷ ഉണ്ടാവൂല. കണ്ടോ, അല്ലാഹുവിന്റെ ശിക്ഷ അതികഠിനമാണ്. എവിടേക്കാ രക്ഷപ്പെടുക? എവിടേക്കും രക്ഷപ്പെടാൻ ഉണ്ടാവൂല. ആകാശം പൊട്ടിപ്പിളരും, ഭൂമി ഉതിർന്നു വീഴും, ഖബറുകളൊക്കെ ഇങ്ങനെ ഉഴുതുമറിക്കപ്പെടും. കണ്ടോ, പർവ്വതങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കും. വിശുദ്ധ ഖുർആനിൽ എത്രയോ ആയത്തുകൾ കാണാം. അതാണ് ഖിയാമത്ത് അല്ലേ, അതാണ് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം. നോക്കൂ നിങ്ങൾ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ വിശ്വാസികളായ ആളുകൾ ഏറെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. കണ്ടോ, ഒരിക്കല് മദീനയിൽ ഒരു ചെറിയ ഭൂമി കുലുക്കുണ്ടായി. മദീനയിൽ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തില് ഒരു ചെറിയ ഭൂമി കുലുക്കുണ്ടായി.
ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ ദുഃഖത്തോടു കൂടി ചോദിച്ചു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, മാ ഹാദാ, എന്തായത് മാ അസ്റഉ മാ ഹദ്ദസ്തുകും ലഇൻ ആദത ലാ ഉസാകിനുകും ഫീഹാ അബദാ. നിങ്ങളെങ്കിലും പുതിയ ബിദ്അത്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉമർലാന് ചോദിക്കുകയാണ്, നിങ്ങൾ വല്ല പുതിയ ബിദ്അത്ത് ഉണ്ടാക്കിയോ? എന്താ ഇത്? ഇനിയും ഇതിങ്ങനെ കൊലിങ്ങാണെങ്കിൽ ഞാനിവിടെ താമസിക്കൂല എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലഹറ സിനാ വറിബാ ഫീ ഖറിയത്തിൻ, ഒരു നാട്ടിൽ വ്യഭിചാരം അങ്ങ് പ്രകടമായാൽ, അതുപോലെ തന്നെ പലിശ പ്രകടമായാൽ, ധാരാളക്കണക്കിന് ഒരു നിയന്ത്രണവുമില്ല, എല്ലാവരും ഇങ്ങനെ പലിശാധിഷ്ഠിത ജീവിതമാണ്, പലിശയുമായി ബന്ധപ്പെടാൻ ഒരു പ്രയാസമില്ല ആർക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്കലു റിബാ വ മുകിലഹു വ കാതിബഹു വ ഷാഹിദൈഹി കുല്ലുഹും ഫിന്നാർ. പലിശ തിന്നുന്നവൻ, തീറ്റിപ്പിക്കുന്നവൻ, അത് എഴുതി വെക്കുന്നവൻ, അതിന് സാക്ഷി നിൽക്കുന്നവൻ, എല്ലാവരും നരകത്തിലാണ്. പലിശ എന്നുള്ളത് വ്യഭിചാരത്തെക്കാൾ ഗൗരവമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും ഒരു നാട്ടില് പലിശ അങ്ങനെ വ്യാപകമായാൽ, അതൊരു പ്രശ്നമില്ലാത്ത ഒരു സാഹചര്യം കടന്നു വന്നാൽ, അഹല്ലൂ ബി അൻഫുസിഹിം അദാബല്ലാഹ്, അവർ സ്വയം അല്ലാഹുവിന്റെ ശിക്ഷ വരാൻ വേണ്ടി, അത് സ്വയം അള്ളാന്റെ ശിക്ഷ വരാൻ വേണ്ടി അവർ അനുവാദം കൊടുക്കുകയാണ്. അള്ളാന്റെ അദാബ് അവർക്ക് വന്നോട്ടെ എന്ന് പറയും പോലെയാണ് വ്യഭിചാരവും അതുപോലെ തന്നെ പലിശയും വ്യാപകമാകുക എന്നുള്ളത്. കണ്ടോ, നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ നോക്കിയാൽ അല്ലെ, പലിശ അല്ലാത്ത എന്തുള്ളത്? വീട്, വാഹനം, കെട്ടിയോളും കുട്ടികളും അല്ലാത്തവരൊക്കെ പലിശയിലേക്കാണ് അല്ലേ. ഓലക്ക് വെച്ച ഒന്നും കിട്ടാത്തോണ്ടാണ്, അല്ലെങ്കിൽ അതും കൊണ്ടായി പണയം വെക്കും. ബാങ്കുമായി നിസാര പട്ടിണി കിടന്നിട്ടൊന്നുമല്ല, പട്ടിണി കാരണമൊന്നുമല്ല ഈ പലിശയിൽ ബന്ധപ്പെടുന്നത്. ഇന്ന് നമുക്കൊരു ഗതി ഇട്ടിട്ടാന്ന് വിചാരിച്ചു അല്ലേ, ഗതി ഇട്ടിട്ടാന്ന് വിചാരിക്കുക. അതൊന്നല്ല, ഒരു നില വീടുണ്ട്, മോൾക്ക് 2 റൂം കൂടി എടുക്കണം, ബാങ്ക് പോയി ലോണ്. കണ്ടോ, നമ്മളെ വണ്ടി ഇതാണ് പോരാ, അപ്പുറത്തോ കുറച്ച് വലിയ വണ്ടി എടുത്തുകൊണ്ടു, അപ്പൊ അതിനേക്കാൾ കുറച്ച് വലിയ വണ്ടി എടുക്കണം, അപ്പോ പോയി ലോൺ, പലിശ. പിന്നെ പെരുന്നാളൊക്കെ വരാൻ പോട്, മൂപ്പരുടെ പൈസ ഗൾഫിൽ നിന്ന് കാണാനില്ല, വേഗം കൊണ്ടുപോയി സ്വർണം പണയം വെച്ചു, കണ്ടോ, പലിശ. അതൊരു പ്രയാസമല്ല. ഒരു തെറ്റ് ചെയ്താൽ മനസ്സിൽ ചൊറിച്ചിലുണ്ടാവില്ല, അതുണ്ടാവുന്ന ഈമുള്ള ആൾക്കാർക്ക് ഒരു തെറ്റ് വന്നു പോയാൽ മനസ്സിലൊരു വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടാവുന്ന. എന്നാൽ ഈ പലിശ ഒരു കുറ്റബോധവും ഇല്ല, വളരെ നിസ്സാരമായിട്ട് അതിന് മസാല ഉണ്ടാക്കും. അത് അങ്ങനെ പ്രശ്നമില്ല, അത് അങ്ങനെ എടുക്കാലോ, ഇങ്ങനെ എടുക്കാലോ, ഇത് പലിശ അല്ലല്ലോ അല്ലേ. എന്നാലും മനസ്സിലുണ്ടാവും ഇത് പലിശയില്, പടച്ചോനെ വഞ്ചിക്കാനൊന്നും കഴിയില്ല. എന്നാൽ അങ്ങനെ ഒരു കാലഘട്ടം നിസാരവൽക്കരിക്കുക, തിന്മയ്ക്ക് നിസാരവൽക്കരിക്കുക. ഇന്ന് എന്താണ് ഗൗരവമുള്ളത്? എല്ലാ തിന്മയും നിസാര അല്ലേ. നാട്ടില് ലഹരി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാത്ത ആരുമില്ല. ഉപയോഗിക്കാത്ത ഈ നാട്ടിൽ നിന്ന് ജീവിക്കാൻ പറ്റാത്തവനാണ്. ഓനൊരു ഔട്ട് ഓഫ് ഫാഷനാണ് ലഹരി ഉപയോഗിക്കാത്തവനെ, ഓനൊരു ഔട്ട് ഓഫ് ഫാഷനാണ്. എത്ര നിലക്കുള്ള, എത്ര രൂപത്തിലുള്ള ലഹരിയാണ് അല്ലേ. ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വാപ്പാക്കും ഉമ്മാക്കും കൂടി അറിയില്ല. പണ്ടൊക്കെ എന്താ വെച്ചാൽ ആകെ ഒരു മദ്യം ഉണ്ടാകുക, അത് കുടിച്ചാൽ മണം ഉണ്ടാകും, പിന്നെ ഇങ്ങനെ ആടി നടക്കുകയും ചെയ്യും. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ 1, 2, 3 ആളെ ഉണ്ടായിരുന്നുള്ളത് ആ മുസ്ലിങ്ങളായ ആൾക്കാർ അല്ലെ. അതിങ്ങനെ വെള്ളടിച്ച് പോകണ്ടാ തന്നെ നാട്ടിലൊരു വില ഉണ്ടാവില്ല, ഒരു പരിഗണനയില്ല, ഓന്റെ അഭിപ്രായത്തിന് ഒരു വില നാട്ടിലുണ്ടാവില്ല. ഇന്ന് അങ്ങനെയൊന്നുമല്ല. പള്ളി സെക്രട്ടറിക്കാരൻ, ഓൻ പള്ളി പ്രസിഡന്റേക്കാരൻ, ഓൻ നാട്ടിലെ പ്രധാനിക്കാരൻ, എന്നോ ലഹരി, MDMA, അതുപോലെ സ്റ്റാമ്പ്, കുറെ സൈസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അറിയില്ലേ, പഠിപ്പിച്ചിരുന്നില്ല. കണ്ടോ, ഉപയോഗിക്കാത്താരാണ്. അതൊന്നൊരു പ്രശ്നമല്ല, അതൊന്നൊരു പ്രശ്നം. പണ്ട് നമുക്ക് ആകെ അല്ലെ, കുറച്ച് മുമ്പേ ആകെ 4 മണിക്ക് വരുന്നൊരു സിനിമ ഉണ്ടായിരുന്നത് TV-യിൽ. അതിങ്ങനെ ആ മുള്ളുപോലുള്ള ഒരു ആന്റിനെ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ കാണുന്നതിന്റെ ഇടയിൽ കൂടെ കുറച്ചേ കാണുള്ളൂ പണ്ട് അല്ലേ. അത് കാണാൻ പോയാൽ തന്നെ ഉസ്താദിന്റെ ഒക്കെ കിട്ടുമടി. അത് കാണാൻ പോയാൽ അടിയിട്ടും. പിറ്റേ ദിവസം സ്കൂളിൽ പോയാൽ എവിടെ ഇരുന്നടാ, അത് നമ്മൾ വേറെടുത്തും അപ്പുറത്തെ പെരക്കാരുണ്ടാവും, നമ്മളൊപ്പം പഠിക്കണം. ഉസ്താദിനോട് പറയും 1 4 മണിക്ക് സിനിമക്ക് പോയി പിറ്റേ ദിവസം ഉസ്താദിന്റെ അടി തന്നെ. എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഒന്നും കാണാനും പറ്റിയിട്ടുണ്ടാവൂല. അതിങ്ങനെ പിരിപിരി അന്നിങ്ങനെ ക്ലിയർ ഉണ്ടാവുള്ളൂ. ഇന്ന് TV സിനിമ ഉണ്ടതിന്റെ പേര് ഉസ്താദ് നടിക്കട്ടെ, ഒന്നുമില്ല, ഉസ്താദിനെ ചൈൽഡ് ലൈനേര് വെക്കും, അല്ലെങ്കിൽ കുട്ടികളെ വാപ്പ വെക്കും, അല്ലെങ്കിൽ കുടുംബക്കാരൻ വെക്കും, ഉസ്താദ് മദ്രസയിൽ പുറത്തു പോകും.
ഒരു തിന്മയെന്ന് തീർക്കാൻ പറ്റുമോ? ഇതൊക്കെ വസ്തുതയാണ്, ഇതൊക്കെ വസ്തുതയാണ്. പിന്നെ ഇതൊരു തെറ്റല്ല. എന്താ സിനിമ സീരിയൽ എന്ന് പറഞ്ഞാല് അശ്ലീലതയാണ് അല്ലേ? ഉമ്മാന്റെ പ്രായത്തിലുള്ള പെണ്ണുങ്ങള് അടിവസ്ത്രം ഇട്ടിട്ട് അല്പവസ്ത്രധാരികളായി നൃത്യം നടത്തുക. അതിങ്ങനെ കുട്ടികളും വാപ്പിയും ഉമ്മയും മക്കളും അമ്മയും എല്ലാരും ഇന്നിങ്ങനെ കണ്ടു കളിച്ചിരിക്കും. എന്താ ഇന്നിപ്പോ അതും കഴിഞ്ഞ് എന്താ അറിയോ? വീട്ടിൽ 5 10 ചാനലാ. യൂട്യൂബ് ചാനൽ, ഒരാൾക്ക് ചോറിക്കണ ചാനൽ, ഒരാൾക്ക് കോഴിമുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കുന്ന ചാനൽ, ഇങ്ങനെ തുടങ്ങി ചാനലോട് ചാനലാ. ഷോർട്സ്, റീൽസ് അല്ലേ? എല്ലായിടത്തും 5 10 ഫോൺ ഉണ്ടാവും, 10 ഫോണും ഉണ്ടാവും. എന്നിട്ട് ആ ഫോണിൽ ഉമ്മ ഒരിടത്തുണ്ടാവും, പാപ്പ വേറൊരു മൂലക്കുണ്ടാവും, കുട്ടികൾ വേറെ മൂലക്കുണ്ടാവും. മുഖത്തോട് മുഖം നോക്കി ഒരു 5 മിനിറ്റ് നിങ്ങൾ വീട്ടുകാരിക്കുണ്ടോ? മുഖത്തോട് മുഖം നോക്കിയിട്ട് ചോറിനുമ്പോ വരെ. പണ്ടൊക്കെ അങ്ങനെ ഒരു സമാധാനം. ചോറിനുമ്പോ എല്ലാരും ഇരിക്കുമ്പോ ഒന്നിങ്ങനെ കാണും അല്ലേ? ഇപ്പൊ ചോറിന് എങ്ങനെ ചോറിന് മൊബൈൽ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ഉമ്മ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടാവും, ഉമ്മ ചോദിക്കണം ഇവനും അറിയില്ല. ഉമ്മ അടുത്ത് വേറെ മൊബൈൽ ഉണ്ടാവും, പാപ്പ അടുത്ത് വേറൊന്നുണ്ടാവും. ഇന്ന് എന്തും കാണാൻ പ്രശ്നമല്ല. എന്ന് വെച്ചാൽ ഇസ്ലാം പറഞ്ഞു, അൽ ഐനാനി സിനാഹുമാ അന്നദുർ വൽ ഉദനാനി സിനാഹുമാ അൽ ഇസ്തിമാ. 2 കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്, അത് ഹറാമായത് കാണലാണ്. 2 കാതുകൾക്ക് വ്യഭിചാരമുണ്ട്, അത് ഹറാമായത് കേൾക്കലാണ്. 2 കൈകൾക്ക് വ്യഭിചാരമുണ്ട്, അത് ഹറാമായത് പിടിക്കലാണ്. 2 കാലുകൾക്ക് വ്യഭിചാരമുണ്ട്, അത് ഹറാമായതിലേക്കുള്ള നടത്തമാണ്. അതൊക്കെ വ്യഭിചാരായിട്ടാണ് ഇസ്ലാം എണ്ണിയത്. ഹറാമായത് കാണല്, ഹറാമായത് കാണൽ ഇന്നത് പ്രശ്നം. അതാണ് തിന്മകൾ നിസാരവൽക്കരിക്കപ്പെടുക. പ്രവാചകൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ കാലത്ത് എന്താ സഹാബത്ത് പറയാണ്, അവരുടെ കാലത്ത് ഒരു തിന്മ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തിലായി. എത്ര ചെറിയ തിന്മയും അവര് കണ്ടത് എന്താ അറിയോ? വളരെ ഗൗരവത്തിലായിരുന്നു. അതുകൊണ്ട് അൽ മുഅ്മിനു യറാ ദുനൂബഹു, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ പാപങ്ങളെ അവൻ കാണുന്നത് കഅന്നഹു ഖാഇദുൻ തഹത ജബലിൻ, ഒരു പർവ്വതത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നവനെ പോലെ. എപ്പോഴും ഒരു കല്ലുരുണ്ട് തലയിൽ വീഴാം. അപ്പൊ എത്ര ജാഗ്രതയോടെയാണ് ആ പർവ്വതത്തിന്റെ ചുവട്ടിലിരിക്കുക. ഇതുപോലെയാണ് മുഅ്മിൻ. എപ്പോഴും തിന്മന്റെ അടുത്തേക്ക് വരുമോ, തിന്മന്റെ അടുത്തേക്ക് വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. എന്നാലോ വൽ ഫാജിർ, തമ്മാടിയായ മനുഷ്യൻ, അവൻ തിന്മകളെ കാണുന്നത് കദുബാബിൻ മർറ അലാ അൻഫി, അവന്റെ മൂക്കിന്റെ മുമ്പ് കൂടെ ഒരു ഈച്ച വാറിയ പോലെ. ആരിലും വല്ല വിലയും കൊടുക്കും. അതുപോലെ ഒരു തിന്മ പ്രശ്നമല്ല അല്ലേ? അതുകൊണ്ടാണ് അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത, പരലോകത്ത് തിരിഞ്ഞു നോക്കാത്ത ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വിഭാഗമാണ് വിശ്വാസം പഠിപ്പിച്ചു, ദയ്യൂസ്. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാ അറിയോ? ചില കുടുംബനാഥന്മാരാണ്. എന്താ കുടുംബനാഥന്റെ പ്രത്യേകത? വീട്ടിൽ തിന്മ നടക്കുമ്പോൾ ആ തിന്മ കൂട്ടു നിൽക്കുന്ന ആള്. വീട്ടിൽ ഈ വ്യഭിചാര രംഗങ്ങൾ, ഈ പറയുന്ന തെറ്റുകൾ, കല്യാണമൊക്കെ ഉണ്ടായ പറയണ്ട. അല്ലേ? ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ കാസർഗോഡാ, 10-11 വർഷമായിട്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്റെ കല്യാണം പോലുള്ള വൃത്തികെട്ട കല്യാണം ലോകത്തെവിടെ നടക്കേണ്ടതെന്ന് എനിക്ക് കൊണ്ടില്ല. അപ്പൊ അമുസ്ലിങ്ങളുടെ കല്യാണങ്ങൾ എന്താ ചെയ്യുക? കാസർഗോഡ് ഒരു അമ്പലമുണ്ട്, അവിടെ പോയി ഒരു മുന്നിൽ പൂ കച്ചവടക്കാരുണ്ടാവും. ഒരേക്കൊന്ന് മാല പിടിച്ചുകൊണ്ടുപോകും. അവിടെ പോയി ആ അമ്പലത്തിൽ പോയി ഒരു സമയമുണ്ട്, മുഹൂർത്തം, അതിൽ ഒരു മാലിടും. ഒരു 4-5 വണ്ടി ആൾക്കാർ വീട്ടിൽ പോകും. അവിടെ പോയി ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു. നമ്മളുടെ മുസ്ലിം സമുദായത്തിന്റെ കല്യാണത്തിന്റെ എന്താ പ്രത്യേകത അല്ലേ? ഇപ്പൊ ഇവിടേക്ക് വരുന്ന പർദ്ദ മഫ്തയും നോക്കണ്ട. കല്യാണത്തിന് പോകുമ്പോ വേഷമൊക്കെ മാറി. അതിങ്ങനെ വെട്ടിത്തിളങ്ങണത്, കിലുങ്ങണത്. രാത്രിയൊക്കെ പോകുമ്പോ ടോർച്ച് ആവശ്യം ഉണ്ടാവില്ല, അങ്ങനെ തിളങ്ങുണ്ടാവും. പിന്നെ മുഖം 2 ഇഞ്ച് കനത്തിൽ കുട്ടിയടിക്കും അല്ലേ? പിരികൊക്കെ ഇങ്ങനെ പ്ലക്ക് ചെയ്യും. ഇങ്ങനെ തുടങ്ങി എല്ലാവരും ഇസ്ലാം ചെയ്യരുതേ എന്ന് പറഞ്ഞ എല്ലാം ശപിക്കപ്പെട്ട പെണ്ണുങ്ങളെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. കണ്ടോ? അതിന്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ നോക്കിയാൽ കാണാം. മുസ്ലിം സമൂഹത്തിൽ അന്ന് ആ വീട്ടിൽ നിസ്കാരമില്ല അല്ലേ? ആ വീട്ടില് ദീനായിട്ട് ഒന്നുമില്ല അന്ന്. സുഹൃത്തുക്കൾ, നിങ്ങൾ ആലോചിച്ച് നോക്കാണ് എന്താ ഈ അവസ്ഥ. പിന്നെ അതല്ല, എന്താ ബ്രൈഡ് ടു ബി ഗ്രൂം ഇവിടെ ഉണ്ടോ? ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, അതില്ലേ? ഇല്ലെങ്കിൽ കല്യാണം കഴിയണതിന്റെ മുമ്പേ
ഒരു പെണ്ണിനൊരാണ് എപ്പോഴും അനുവദിക്കപ്പെടുന്നത്? ഒരു വലിയ കൈ കൊടുത്ത് ഈജാബും കബൂലും 2 സാക്ഷികളെ നിർത്തിയിട്ട് മഹർ കൊടുത്ത് പരസ്പരം ഈജാബും കബൂലും നടത്തുമ്പോഴാണ്. അതിന്റെ മുമ്പ് തന്നെ നമ്മളൊക്കെ പേഴ്സണാണ് ഇപ്പത്തെ തലമുറ അറിയിക്കൊണ്ട് അതിന്റെ മുമ്പ് തന്നെ ബലിങ്ങനെ കെട്ടിപ്പിടിച്ച ഫോട്ടോ, എന്നിട്ട് യാതൊരു നാണവും മാനവും ഇല്ലാതെ അത് സ്റ്റാറ്റസ്. തെറ്റ് ചെയ്യുന്നു മാത്രല്ല, അത് 4 ആളെ അറിയിക്കും ചെയ്യാണ്. 4 ആളെ അറിയിക്കാണ്. കല്യാണം കഴിഞ്ഞോ? ഇല്ല. നിക്കാഹ് കഴിഞ്ഞോ? ഇല്ല. എന്നിട്ട് ഇതിനൊക്കെ യെസ് പോലുള്ള വാപ്പയും. അതാണ് ഏറ്റവും ഗൗരവം. കണ്ടോ, ഇതിനൊക്കെ ഒരു പ്രശ്നവുമില്ല എന്ന നിലക്കാണ് പ്രിയമുള്ളവരെ ഓരോ രക്ഷിതാക്കളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തിന്മയോട് അടുക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. ഇസ്ലാമിന്റെ തെറ്റിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പാപം എന്ന് പറഞ്ഞാൽ ആ പാപത്തെ, തെറ്റിനെ കണ്ടാൽ അവൻ കൈകൊണ്ട് തടയണം. കൈകൊണ്ട് തടയണം. അവനെ മക്കൾ ഇവ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കൈ പിടിക്കാൻ കഴിയണം നമുക്ക്. ആദ്യം കല്യാണല്ലേ, ആന്നും പ്രശ്നമല്ല അല്ലേ? ഓരൊന്നും രക്ഷിതാവല്ല. രക്ഷിതാവ് പറഞ്ഞ നരകത്തിന് രക്ഷപ്പെടുത്തുന്നവനാണ്. കണ്ടോ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ടാ പടച്ചോൻ വരുന്നത്. ഓ ഈമാനുള്ള മനുഷ്യരെ, ഖൂ അൻഫുസകും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തണം. വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വഖൂദുഹൻ നാസു വൽ ഹിജാറ, മനുഷ്യരും പാറക്കല്ലുകളും കത്തിക്കപ്പെടുന്ന ലോകമാണ്. നരകമെന്നുള്ളത്. പാറക്കല്ല് കത്തണമെങ്കിൽ എത്ര ഡിഗ്രി ചൂടുവാണ് കൂട്ടരെ? അതുകൊണ്ട് 69-70 ഇരട്ടി എന്ന് പറഞ്ഞില്ല. നരകത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, എന്തിനിട്ടു കൊടുത്താലും അതിനെ ബാക്കിയാകാത്ത കരിച്ചു കളയുന്നതാണ് നരകം, അല്ലേ? ഹൃദയത്തിലേക്ക് ആളിപ്പടരുന്ന തീയാണ് ഖുർആൻ പഠിപ്പിക്കുക. കണ്ടോ, മനുഷ്യരും പാറക്കല്ലുകളും കത്തിക്കപ്പെടുന്ന ലോകമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, പരുഷ സ്വഭാവക്കാരായ ഭീകരരൂപികളായ മലക്കുകൾ അതിന്റെ കാവൽക്കാരായിട്ടുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹുവിന്റെ കൽപ്പനക്ക് അവർ എതിര് നിൽക്കാത്തവരാണ്. വയഫ്അലൂന മാ യുഅ്മറൂൻ, പടച്ച റബ്ബിന്റെ കൽപ്പന അവർ സ്വീകരിക്കുന്നവരാണ്. അള്ളാഹുടെ കൽപ്പന അനുസരിച്ച് അള്ളാഹ് പറഞ്ഞ ഒരു എതിര് നിൽക്കാത്ത മലക്കളയിലെ കാവൽക്കാരാണ്. കണ്ടോ, അപ്പൊ സുഹൃത്തുക്കൾ, ആദ്യം നമ്മളെ രക്ഷപ്പെടുത്തുക, പിന്നെ മറ്റുള്ളവരെ കുടുംബക്കാരെ രക്ഷപ്പെടുത്തുക. നമ്മൾ എന്താ അറിയും, വല്ലാത്തൊരു ആശങ്ക സമൂഹമൊക്കെ പാടെ നരകത്ത് പോകുമെന്നാണ്. അതൊരു വല്ലാത്ത ആശങ്ക. കാരണം അവനാണ് നിസ്കരിക്കാൻ പോലും സമയമില്ലാത്ത ആൾക്കാരുണ്ട്. അവനാണ് ഖുർആൻ ഓതാനും, അവനാണ് നിസ്കരിക്കാനും, അവനാണ് ഖുർആൻ ക്ലാസ് വന്നിരിക്കാനും, അല്ലെ? ദീനീപരമായി അവനാന് പഠിക്കാൻ വരെ സമയമില്ലാത്ത എത്രയും മനുഷ്യന്മാരുണ്ട്. അറിയാം, എന്താ ദീനീ പ്രവർത്തനം കൊണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നരകത്ത് പോകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അള്ളാന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അടോ ഖിയാമത്ത് നാളിൽ എന്റെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ വരും. അടോ ഖിയാമത്ത് നാളിൽ എന്റെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ അവർ നാം അറിയുക തന്നെ ചെയ്യും. എങ്ങനെ വരുന്നത്? പർവ്വതത്തോളം നന്മകളുമായി കൊണ്ടാണ് അവർ പരലോകത്ത് വരുന്നത്. പക്ഷേ ആ നന്മകൾ മുഴുവൻ അല്ലാഹു ചിതറിയ ധൂളിയാക്കുകയാണ്. ഇത് കേട്ട സ്വഹാബിയായ സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയെ, അവരെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, അവരെ കുറിച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരൂ, ഞങ്ങൾ അറിയാതെ പോലും അവരിൽ പെട്ടുപോകാതിരിക്കാനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, വമിൻ ജിൽദതിക്കും, നിങ്ങളുടെ വർഗ്ഗത്തിൽപ്പെട്ടവരാണ്, യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ,
നിങ്ങൾ രാത്രി നമസ്കരിക്കുന്നത് പോലെ അവരും രാത്രി നമസ്കരിക്കുന്നവരാണ്. വലാകിന്നഹും അഖ്വാമുൻ, പക്ഷേ അവരുടെ പ്രത്യേകത എന്താണ്? ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ്, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭ്യമായാൽ, അഥവാ ഹറാമിൽ അവർ ഒറ്റപ്പെട്ടാൽ ആ ഹറാം ഒരു സങ്കോചവും ഇല്ലാതെ ചെയ്യും. ആരും കാണില്ലേ, അപ്പൊ തെറ്റൊക്കെ ചെയ്യും. കണ്ടോ, രഹസ്യ ജീവിതത്തിൽ പരിശുദ്ധി ഇല്ലാത്ത ആളുകൾ കുറെ നന്മ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളെ വർഗത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾ രാത്രി സ്കരിക്കണ പോലെ ഒരു രാത്രി സ്കരിക്കണ്ടേ. ഇതേതായാലും വേറുള്ള വകുപ്പപ്പെട്ട ആൾക്കാരല്ലല്ലോ. കണ്ടോ, പക്ഷേ ഹറാമ് ചെയ്യാനുള്ള അവസരം കിട്ടി. എന്റെ വാപ്പ കാണില്ല, എന്റെ ഉമ്മ കാണില്ല, ഭാര്യ കാണില്ല, ഭർത്താവ് കാണില്ല, നമ്മുടെ മക്കള് കാണില്ല, തെറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇൻതഹഖൂഹ, ഒരു സങ്കോചവും ഇല്ലാതെ ആ ഹറാമാണ് ചെയ്യും. സുഹൃത്തുക്കളെ, രഹസ്യ ജീവിതത്തിലാണ് പടച്ചോനെ പേടി ഉണ്ടാകുന്നത്. പടച്ചോനെ പേടി, തിന്മ, ആ തിന്മ ചെയ്തുകൊണ്ട് മരിച്ചു പോയാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടുമെന്ന് ആരും വിചാരിക്കണ്ട. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അത് കാണിക്കപ്പെടുന്ന ലോകമാണ്. അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതും കാണിക്കപ്പെടുന്ന ലോകമാണ്. എല്ലാം നമ്മള് ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാം കാണിക്കപ്പെടുന്ന ലോകമാണ് നാളത്തെ പരലോകം എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മയുമായി നമ്മൾ അടുക്കാൻ പാടില്ല. ആ തിന്മയുടെ പര്യവസാനം ഒരുപക്ഷെ ഇവിടുന്നും കിട്ടും, പരലോകത്തൊന്നും കിട്ടും. ഇവിടുന്നും കിട്ടും. ചില തിന്മക്ക് അങ്ങനെ കുടുംബ ബന്ധം മുറിച്ചവന് ഇവിടുന്നും ശിക്ഷ കിട്ടും, പരലോകത്തൊന്നും കിട്ടുന്ന. കുടുംബ ബന്ധം വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമാണ്. ഇസ്ലാം കുടുംബ ബന്ധത്തിന് നൽകിയ സ്ഥാനം എന്താ അറിയോ? കുടുംബ ബന്ധം അള്ളാന്റെ അർശുമായി ബന്ധപ്പെട്ടതാണ്. മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്നെ ചേർത്തവനുമായി പടച്ച റബ്ബ് ബന്ധം ചേർക്കും. കുടുംബ ബന്ധം പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് വാങ്ങിയ കരാറാണ്. വാപ്പാനോട് തെറ്റി നിൽക്കുക, അമ്മാനോട് തെറ്റി നിൽക്കുക, ഭാര്യയോട്, ഭർത്താവിനോട്, എളാപ്പാനോട്, മൂത്താപ്പാനോട്, അമ്മായിനോട്. പിന്നെ അതിൽ ഇസ്ലാമൊന്നുമില്ല. പിന്നെ ആ താടിക്കുന്ന അർത്ഥമല്ല, ആ പർദ്ദക്കുന്ന അർത്ഥമല്ല, ഗൗരവമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തെറ്റി നിൽക്കുന്നവരോ അങ്ങോട്ട് പോയി ബന്ധം ചേർക്കണം. ഓനാണ് ബന്ധം ചേർത്തവൻ, കുടുംബ ബന്ധം ചേർത്തവൻ. അതാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒക്കെ നന്നാക്കുക, ബന്ധങ്ങളൊക്കെ നന്നാക്കുക, ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുക. എന്നും ഇതേപോലെ തന്നെ അല്ലേ? രാവിലെ എണീക്കുന്നു, തിന്നുന്നു, നമ്മളിങ്ങനെ 5 നേരം വെച്ചുണ്ടാക്കി തിന്നുന്നു, കല്യാണത്തിന് പോകണം, മറ്റുള്ളതിന് പോകണം, ഷോപ്പിംഗ് നടത്തണം, പിന്നെ വരുന്നത് കടന്നുറങ്ങണം. എന്താ നമ്മളെ കൊണ്ട് നാട്ടിലെ ആവശ്യം ഒന്നുമില്ല. കുടുംബത്തിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചൊക്കെ ഇത്രയും കാലം ജീവിച്ചിട്ട് ഇപ്പൊ എന്തുണ്ടായത്? എന്താണ് മരിച്ച എന്താ അവസ്ഥ അല്ലെ? ഇത്രയും കാലം മുസ്ലിമായിട്ട് ഒരു 10 ആയത്തിന്റെ അർത്ഥമെങ്കിലും വൃത്തിയായിട്ട് പറയാൻ നമ്മൾ പഠിച്ചിക്കണോ? ഇല്ല. പിന്നെ ഇപ്പൊ എന്തിനിപ്പോ ഇതുണ്ട്? എന്തിനിപ്പോ ഈ മുസ്ലിം ആയത്? നിങ്ങൾ ആലോചിച്ചോക്കണേ, ഖബറിൽ സുഹൃത്തുക്കളെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ എന്ത് വിശ്വസിക്കണം, എന്തെല്ലാം ആചരിക്കണം എന്ന് അള്ളാന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരിക്കൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയണം, ഒരു വ്യക്തി വന്നുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അഖിയസ്, നബിയെ ആരാണ് ബുദ്ധിമാനായ മനുഷ്യൻ? നമ്മൾ പറയും ഭയങ്കര IAS ഉള്ളവനാണ്, IPS ഉള്ളവനാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും അക്സറുഹും ലിൽ മൗതി ദിക്റാ വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ ഉലൈകൽ അഖിയാസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കണോനാണ്. അതുകൊണ്ട് ആ നിസ്കരിക്കുമ്പോഴൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഈ നിസ്കാരത്തോടു കൂടി ഞാൻ മരിക്കുന്നുള്ള ഓർമ്മ, അങ്ങനെ നിസ്കരിക്കണം. ഇന്ന് അസർ നിസ്കരിച്ചല്ലോ, അപ്പൊ അവള് മനസ്സിലാണ്ട ചിന്ത എന്താ? മഗ്‌രിബിക്ക് ഞാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോഴേ ആ നിസ്കാരത്തിൽ ഒരു ഖുശൂ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അത് നിസ്കരിക്കാൻ നിന്നാൽ നമുക്ക് കടം തരാനുള്ളതും കൊടുക്കാനുള്ളതും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഓർമ്മ വരിക. മനസ്സിലായോ? അപ്പൊ നിസ്കരിക്കുക, അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ നിസ്കരിക്കുമ്പോ അടുത്ത നിസ്കാരത്തിന് ഞാൻ ഉണ്ടാകൂലാന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ നിസ്കരിക്കാനേ. അതാണ് മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കണം. എല്ലാ സുഖങ്ങളും സുഹൃത്തുക്കളെ അങ്ങോട്ട് പോവും. കണ്ടോ, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മുടെ ഉപ്പണ് മരിച്ചാല്, നമ്മുടെ ഉമ്മണ് മരിച്ചാല്, നമ്മുടെ മക്കളിന് മരിച്ചാല് എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല. മരണം എന്നുള്ളത് എല്ലാ സുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന പറയാം, എല്ലാ സുഖങ്ങളെയും എല്ലാ ലദ്ദത്തുകളെയും
എല്ലാ സുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായിട്ട് ഓർക്കണം. അവനാണ് ബുദ്ധിമാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും, അവനാ ബുദ്ധിമാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരണത്തെക്കുറിച്ച് നമ്മൾ ധാരാളമായി ഓർക്കണം. ഇനി നമുക്കിത് പറഞ്ഞുതരാൻ ആരും ഉണ്ടാകുന്നില്ല, ഇനി ഒരു പ്രവാചകനൊന്നും വരാനുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ചു പുലർത്തേണ്ടുന്ന വിശ്വാസങ്ങൾ അത് പഠിക്കണം. ദീന് പഠിക്കണേ, ദീന് പഠിക്കണം. വെറുതെ അങ്ങനെ പെരയിലിരുന്നാ പോരാ. ഒരു ക്യൂച്ചലസിന്റെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും 1 മണിക്കൂർ ഖുർആൻ പഠിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ഖബറിൽ എന്താ ഉത്തരം പറയാം? ഖബറിൽ എന്താ ഉത്തരം പറയാം? നമ്മൾ ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെടൂല, അതിന് സംശയമില്ലല്ലോ. മരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. മരണശേഷം നമ്മുടെ ശരീരത്തെ ആരുടെയും മണ്ണിലേക്ക് കിട്ടിയാൽ കൊണ്ടുപോയി വെക്കും, കിട്ടിയാലേ കൊണ്ടുപോയി വെക്കുള്ളൂ. ഇപ്പൊ കിട്ടിയോ? ചില ആൾക്കാരെ കിട്ടിയില്ല. ചില ആൾക്കാരെ കയ്യ കിട്ടിയത്, കാല് കിട്ടി, തല കിട്ടി, അല്ലേ? കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്നാ കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന സുഹൃത്ത്, വീട്ടിൽ കിടന്നുറങ്ങിയ മനുഷ്യന്മാരെ കിട്ടുന്നത് എവിടുന്നാ? കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്നാണ്. ഇന്ന് ആരറിഞ്ഞോ? അറിഞ്ഞില്ല, അല്ലേ? ശരീരത്തിന്റെ അവയവങ്ങൾ ലഭിക്കപ്പെട്ടവർ വരെ ഉണ്ടായി. ഇനി എത്ര കാലം നമ്മളൊക്കെ ജീവിക്കാം? നമ്മളൊക്കെ എത്ര കാലം ജീവിക്കാം? ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ആ ഗ്രാമവാസികൾ അവർ നിർഭയരായിരിക്കുകയാണോ? അവർ നിർഭയരാണോ? അല്ലാഹു ചോദിക്കുകയാണ്. അവർ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കെ, അവരുടെ വീടുകളിൽ അവർ ഉറങ്ങുന്നവരായിരിക്കെ, രാത്രിയിൽ നമ്മുടെ ശിക്ഷ അവരെ പിടികൂടുകയില്ല. നമ്മുടെ ശിക്ഷ അവരിലേക്ക് വന്നെത്തുന്നതിനെ കുറിച്ച് അവർ ഭയപ്പെടാതെ സമാധാനിച്ചിരിക്കുകയാണോ? ഏയ്, എനിക്കൊന്നും പ്രശ്നം ഉണ്ടാവൂല, എന്റെ വേക്കല് കുന്നൊന്നുമില്ല, എന്റെ വേക്കല് പുഴയൊന്നുമില്ല, അല്ലേ? അല്ല ചോദിക്കാണ്, ആ ഗ്രാമവാസികൾ ഓരിങ്ങനെ നിർഭയരായി സമാധാനിച്ചിരിക്കണോ? അള്ളാഹുടെ ശിക്ഷ വരൂല എന്നുള്ളത്. അവ അമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. ഇളയുച്ച സമയത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ പിടികൂടുകയില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അവർ സമാധാനിച്ചിരിക്കുകയാണോ? അല്ലാഹു ചോദിക്കാണ്. ആരും സമാധാനിക്കണ്ട. ചിലപ്പോൾ ഒരു ശക്തമായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ കാറ്റടിച്ചാൽ പേടിച്ച് പള്ളി കൂടി പോകുന്ന കണ്ടോ? നോക്കൂ നിങ്ങൾ, എപ്പോഴും പ്രകൃതിയുടെ ഒരു മാറ്റം, അത് വലിയ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഗ്രഹണം ബാധിക്കുമ്പോ വേഗം പള്ളി കൂടി ആ ഗ്രഹണം തീരുന്നത് വരെ നിസ്കരിക്കാൻ. നോക്കൂ നിങ്ങൾ. അപ്പൊ സുഹൃത്തുക്കൾ, എന്തറിയോ? നമ്മൾ പടച്ചവനിലേക്ക് ധാരാളമായി അടുക്കുകയും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുക. പൊറുക്കലിനെ തേടുന്നിടത്തോളം കാലം അള്ളാഹിന്റെ ശിക്ഷ പിടികൂടുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഒന്ന്, നമ്മുടെ തിന്മകൾക്ക് നമ്മൾ പടച്ച റബ്ബിനോട് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന് നമ്മൾ ചെയ്യേണ്ടത്. പടച്ച റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവരായി കുറെ കാലം ഇവിടെ ജീവിക്കാൻ ആരും വിചാരിക്കണ്ട. കണ്ടോ? പടച്ച റബ്ബിനോട് എന്താ ഈ നന്ദികേട് കാണിക്കാറ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കേൾക്കാതെ ജീവിക്കുക. ദീന് പഠിപ്പിച്ചതേ അത് ജീവിതത്തിൽ പകർത്താൻ എല്ലാ കാലത്തും അങ്ങനെ നടക്കുമെന്ന് വിചാരിക്കണ്ട. പടച്ച റബ്ബ് എല്ലാവർക്കും ഒരു സമയം നീട്ടിത്തരികയാണ്. കണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അതത് അൻ അംരി റബ്ബിഹാ വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അതത് അൻ അംരി റബ്ബിഹാ വറസുലിഹി ഫഹാസബ്നാഹാ ഹിസാബൻ ശദീദാ വഅذبناها عذابا نكرا فذاقت وبال امرها وكان عاقبه امرها خسرا. എത്ര ഗ്രാമങ്ങളാണ് വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അതത് അൻ അംരി റബ്ബിഹാ, അവര് വറസുലിഹി, അല്ലാഹുവിന്റെ അവന്റെ രക്ഷിതാവിനെയും പ്രവാചകന്മാരുടെയും കൽപ്പന വിട്ട് ധിക്കാരം പ്രകടിപ്പിച്ച എത്ര ഗ്രാമവാസികളാണ്. അല്ലാഹു പറയാണ്, ഫഹസബ്നാഹാ ഹിസാബൻ ശദീദാ, നാം അവരോട് കർക്കശമായ നിലയിൽ കണക്ക് ചോദിക്കുകയുണ്ടായി. വഅذبناها عذابا نكرا, ഹീനമായ വിധത്തിൽ അവരെ നാം ശിക്ഷിക്കുകയും ചെയ്തു. അല്ലാഹു പറയാണ്, കണ്ടോ? എത്ര ആളുകളെയാണ് അള്ളാഹിനോട് നന്ദി കാണിച്ചാലോ, നന്ദി കാണിച്ച് ജീവിച്ചോ. ലഇൻ ശക്കർതും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ
ലഅസീദന്നകും, നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു നൽകും. വലഇൻ കഫർതും, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബീ ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമാണ്, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ. അല്ലാഹു പറയണേ ഇതൊക്കെ ഖുർആനിന്റെ ആയത്താണ്, ഇതൊന്നും എന്റെ തൊള്ളവടായി അല്ല. മനസ്സിലായോ? ഞാൻ ഓതിയത് മുഴുവൻ ഖുർആന്റെ ആയത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അല്ല ഞാൻ ഇവിടെ എന്തെങ്കിലും എനിക്ക് തോന്നിയത് തൊള്ളവടായി അടിക്കല്ല. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഖുർആനിലുള്ള ആയത്തുകളാണ്. നിങ്ങൾ അർത്ഥം പഠിച്ചു നോക്കി കണ്ടോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളെ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്ന ആളുകളായി നമ്മൾ ഓരോരുത്തരും നമ്മൾ മാറണം. വമാ ളലമനാഹും വലാകിൻ ളലമു അൻഫുസഹും ഫമാ അഅനത അൻഹും ആലിഹതുഹും അല്ലതി യദ്ഊന മിൻ ദൂനില്ലാഹി മിൻ ശൈഇൻ ലമ്മാ ജാഅ അംറു റബ്ബിക വമാ സാദൂഹും ഗൈറ തത്ബീബ്. പടച്ചറബ് ആരെ ശിക്ഷിക്കുന്നുണ്ടോ അതൊന്നും അള്ളാഹു അവരെ ശിക്ഷിക്കുക എന്ന നിലക്കല്ല, അള്ളാഹു അവരോട് അനീതി കാണിക്കുകയല്ല. വലാകിൻ ളലമു അൻഫുസഹും, അവർ തന്നെ അവരോട് അക്രമം കാണിച്ചതിന്റെ ഫലമാണ്. ഫമാ അഅനത അൻഹും ആലിഹതുഹും, അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ അവരുടെ ഇലാഹുകൾക്ക് അവർക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ രക്ഷിക്കുന്നു വിചാരിച്ച് നിങ്ങൾ പല ആളുകളുടെ അടുത്തേക്കും ഓടിപ്പോയി, പല ആളുകളോട് നിങ്ങൾ തേടി, പല ആളുകളോട് നിങ്ങൾ സഹായം അഭ്യർത്ഥിച്ചു, പലരോടും നിങ്ങൾ ഇസ്തിഗാസ നടത്തി. പക്ഷെ നിങ്ങളുടെ ഇലാഹുകൾക്കൊന്നും നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഒരാൾക്കും രക്ഷപ്പെടുത്താനും കഴിയില്ല കണ്ടോ. ഒരു ഖബറിൽ കിടക്കുന്ന മനുഷ്യനും ഒരു ഔലിയാക്കൾക്കും, ഇസ്ലാമിൽ ഔലിയാക്കളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്നുള്ള ഔലിയാക്കളല്ല. 5 നേരം നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, ശരീഅത്ത് ജീവിതത്തിൽ പകർത്തുന്ന ആളുകളാണ്. അല്ലാതെ മൂച്ചിപ്പിരാന്തായിട്ട് ഇറക്കണവരല്ല ഔലിയാക്കള്. മനസ്സിലായുണ്ടോ? ഫ്ലൈറ്റ് ഇങ്ങനെ പിടിച്ചിങ്ങനെ എയർപോർട്ടിൽ കൊണ്ട് നടക്കുന്ന ഔലിയ അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഒന്നാമത്തെ ഔലിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂപ്പര പെരടമ്പിൽ പച്ചക്കൊടി ഉണ്ടായിരുന്നു. മൂപ്പര പെരടമ്പിൽ രാവിലെ ഇങ്ങനെ ആണും പെണ്ണും ക്യൂ നിൽക്കിയിരുന്നു ഏലസ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെ മൂപ്പരത്തിങ്ങനെ എവിടെ കുറ്റി അടക്കേണ്ടത്, എവിടെയാണ് വെള്ളത്തിന് വേണ്ടി കുഴൽ കിണർ അടിക്കേണ്ടത് വെച്ച ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ വലിയ ഏത് വലിയ ലോകത്തുള്ളത് അല്ലെ മൂപ്പര പെരടമ്പിൽ. ഇപ്പൊ കാണാൻ ചില ആൾക്കാർ ഇങ്ങനെ മൂപ്പര ബോർഡ് വെച്ചിട്ടുണ്ടാവും ഇന്ന തങ്ങൾ പറഞ്ഞ പ്രവാചക കുടുംബമാണ്. പ്രവാചക കുടുംബത്തിന് പ്രത്യേകത ഉണ്ട്, അതിന് സംശയമല്ല. പക്ഷെ മക്കയിലും മദീനയിലും ഇത്ര അധികം തങ്ങന്മാരെ കാണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമുള്ളതാണ് ഇവിടെ മക്കയിലും. അവിടെ എത്ര തങ്ങന്മാരുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടില് മഹല്ല് തങ്ങന്മാരാണ്. എന്നിട്ട് മൂപ്പര് ബോർഡ് വെച്ചിട്ടുണ്ടാവും, നമ്മുടെ കുട്ടിക്ക് വല്ല വയറുവേദന ഉണ്ടായാൽ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ വലിയ, രണ്ടാമത്തെ വലിയ ഉമർ റളിയല്ലാഹു അൻഹു. സഹാബത്താണ് ഏറ്റവും വലിയ ഔലിയാക്കൾ. ഓല പെരടമ്പില് സഹാബ പെണ്ണുങ്ങൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു മിനിമം ബുദ്ധിമതി കൂട്ടരെ, ഒരു മിനിമം ബുദ്ധിമതി ദീനിനെ കുറിച്ച് പഠിക്കാനും ഒന്ന് മനസ്സിലാക്കാനൊക്കെ. എന്നാലും കൊണ്ടുപോയി വല്ല കാലിലോട്ട് കൊണ്ടുപോയി തല വെച്ചു കൊടുക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ രക്ഷപ്പെടണം, ദീന് പഠിക്കണം. ഇപ്പൊ അറിയോ, ഇവിടെ വനിതകൾക്കുള്ള ഖുർആൻ ക്ലാസ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 11 മണിക്ക് കിടക്കുന്നുണ്ട്. സ്ത്രീകൾക്കുള്ളത് എത്ര ആൾ പങ്കെടുക്കുന്നുണ്ട്? അത് കുറവേയിരിക്കും, ഒരു 5 ആള് 10 ആള്. പലപ്പോഴും ഖുർആൻ ക്ലാസ്സിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്താ വെച്ചാല്, അത് ഞാനൊരു 6 പ്രാവശ്യമൊക്കെ ഒരു സ്ഥലത്ത് ഖുർആൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഒരു 6 പ്രാവശ്യമൊക്കെ ഒരു 3 മാസം കഴിഞ്ഞാൽ നിൽക്കും. കാരണം എന്താ, ആദ്യം 20-25 ആള് 30 ആളൊക്കെ ഉണ്ടാവും, പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതിങ്ങനെ 15ആയി 10ആയി. അവസാനം ക്ലാസ് എടുക്കണം വന്ന് ഇങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് പറയും പിന്നെ കമ്മിറ്റിയിൽ ഏതെങ്കിലും ഒരു സാധു സെക്രട്ടറി പ്രസിഡന്റ് ഉണ്ടാവും. ഉപ്പരിങ്ങനെ വിളിച്ചിട്ടാണ് വരിക. എത്ര പ്രാവശ്യം വിളിക്കണം ഒരാളെ എന്ത് ആ മനുഷ്യൻ നരകത്തിന് രക്ഷപ്പെടാൻ. നിങ്ങൾ ഇതിന്റെ ഒരു യുക്തി ആലോചിച്ച് നോക്ക്. നമ്മളെ നരകത്തിന് രക്ഷപ്പെടുത്താൻ വേറൊരുത്തെടുക്കുന്ന പരിശ്രമം എത്രയാണ്. എന്നിട്ട് ആ സാധു ഒരു 10-15 ആൾക്ക് വിളിച്ച് വരില്ലേ അയച്ചിട്ട് ഇങ്ങനെ വിളിക്കണം. എന്നിട്ട് നമ്മളോട് വന്നിരിക്കും. എന്നിട്ട് നമുക്ക് ഒഴിവുണ്ടാവൂല. ഒരു കല്യാണം പറഞ്ഞാലോ ഒരാഴ്ച മുമ്പ് പെരയിലുമ്മ അടുത്ത ആഴ്ച കല്യാണം കേട്ടോ, നമുക്കൊന്ന് പോയി ഡ്രസ്സൊക്കെ കൊണ്ടുവരണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കുട്ടികളുടെ എല്ലാ ഡ്രസ്സൊക്കെ റെഡിയാക്കി രാവിലെ തന്നെ നമുക്ക് അവിടെ ഒരു 12:30 എത്തിയാൽ മതിയാവും. നമ്മളവിടെ പണി എന്താ, ആ ദമ്പതിമാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അടിച്ചു പോരുക, ഈ പണിയുള്ളൂ. ഇതിനൊരാഴ്ച നമ്മൾ തയ്യാറെടുത്തു. എന്നിട്ട് നമ്മൾ എന്താക്കി, നമ്മള് കുട്ടികളെയും മക്കളെയും അടിച്ചർത്തിട്ടാ വരിക. ഖുർആൻ ക്ലാസ്സിനോ അത് മകൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, മകന് ഓല കിട്ടിലും കളിക്കാൻ പോയി അല്ലെ, കയ്യ് പിടിച്ചാൽ കിട്ടുന്ന കുട്ടികളുണ്ടാവും അല്ലേ, ഇതേ ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മുടെ അവസ്ഥ.
എന്നിട്ട് പിന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ ആ ഖുർആൻ ക്ലാസ് നിന്നിട്ടുണ്ടാവും. പിന്നെ അടുത്ത ഉദ്ഘാടനമായി, വീണ്ടും ഉദ്ഘാടനം. ഇതന്നെ ഒരു പണി. ഇതാർക്ക് വേണ്ടിയാ സുഹൃത്തുക്കളെ? ഇതിന് സമയം ഒരാഴ്ചക്ക് 1 മണിക്കൂർ പഠിച്ചുകൊണ്ട് കലാമ് പഠിക്കാൻ നമുക്ക് സമയമില്ലേ. പിന്നെ നമ്മൾ എന്തിനാ മുസ്ലിം നടക്കണേ? നിങ്ങൾ അത് ആലോചിച്ച് നോക്കി. പിന്നെ എന്താ ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അതുപോലെ തന്നെ പുരുഷന്മാരുടെ ക്ലാസ് ഇപ്പൊ എല്ലാ വ്യാഴാഴ്ചയും മഗ്‌രിബിന് ശേഷമുണ്ട്. സൂറത്തുൽ അംബിയ അത് സിലബസ് അതാണ്. എല്ലാവരും പങ്കെടുക്കുക. ആ സമയത്ത് എന്ത് പണി ഉണ്ടെങ്കിലും ആ സമയത്ത് ഒഴിവാക്കുക. 1-1.5 മണിക്കൂർ അല്ലേ? ഇത് നമ്മൾ ആഴ്ച പഠിച്ചാലൊന്നും പോരാ, ഡെയിലി മിനിമം ഒരാഴ്ചയെങ്കിലും പഠിക്കണം. ഖുർആൻ പഠിക്കാൻ രക്ഷപ്പെടൂല. ഖബറിൽ പോയാലുള്ള ഒരു ചോദ്യം എന്താ അറിയോ? വമാ ഇമാമുക്ക, നിന്റെ ഇമാം എന്താണ്? 3 മറുപടി പറയണം. ഒന്നല്ല, അൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എന്റെ ഇമാം. ആമൻതു ബിഹി, അത് ഞാൻ വിശ്വസിച്ചു. വസദ്ദഖ്തു, ജീവിതം കൊണ്ട് സത്യപ്പെടുത്തി. ഈ 3 മറുപടി ഖബറിൽ വെച്ച് പറയണം. അത് പറയണമെങ്കിലേ ഇവിടുന്ന് ഇങ്ങനെ കോപ്പി അടിച്ച് എഴുതിക്കൊണ്ടാലും പറ്റൂല. ജീവിതത്തിൽ അത് പകർത്തിയിരിക്കണം. നമ്മൾ 4 ബാധ്യത ഖുർആനോടുണ്ട്. അത് ഓതണം, അത് പഠിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം, അതനുസരിച്ച് ജീവിക്കണം. 4 ബാധ്യത നിർവഹിച്ചവർക്ക് 3 ഉത്തരം പറയാൻ കഴിയുള്ളൂ. ആലോചിച്ചോളൂ നന്നായിട്ട്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ്. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നമ്മളിത് ഏതാ? നമ്മൾ ന്യൂട്രലാണ്. പഠിക്കാനും ഇല്ല, പഠിപ്പിക്കാനും ഇല്ല. നമ്മളാരാ? നമ്മൾ ന്യൂട്രലി. ഇങ്ങനെ ഒരു സമുദായത്തെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ സംസാരം കേൾക്കുന്ന എല്ലാവരും ഇത് പടച്ച റബ്ബിന്റെ മുന്നിൽ സാക്ഷിയാണ്. കണ്ടോ? നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. നിങ്ങളെ മക്കളെ ആ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇവിടെ ഭൂമി മറിക്കാനൊന്നും പോണില്ല. ആ 1.5 മണിക്കൂർ നിങ്ങൾ ഇവിടെ നിങ്ങളെ ഭാര്യനെയും കുട്ടികളെയും മക്കളെയൊക്കെ എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് ഖുർആൻ പഠിക്കുക. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവരും പഠിക്കൽ നിർബന്ധമാണ്. ഖുർആൻ ദീന് പഠിക്കൽ നിർബന്ധമാണ്. ആരെങ്കിലും പഠിച്ചാൽ നമ്മൾ രക്ഷപ്പെടുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു സജീവത ദീന് പഠിക്കുന്നിടത്ത് നമുക്ക് ഉണ്ടാകണം. നാളെ പരലോകത്ത് അള്ളാഹിന്റെ മുന്നിൽ നമ്മൾ അട്ടഹസിച്ച് കരയും സുഹൃത്തുക്കളെ. നമ്മൾ അട്ടഹസിച്ച് കളയും. ആ നരകത്തിൽ വെച്ചുകൊണ്ട് മനുഷ്യരത അട്ടഹസിച്ച് കരയുകയാണ്. അവിടെ വെച്ചുകൊണ്ട് മനുഷ്യർ പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ, ഞങ്ങളെ ഈ നരകത്തിൽ നിന്നൊന്ന് പുറത്തു കൊണ്ടുപോകൂ റബ്ബേ. സഹിക്കാൻ കഴിയാത്ത തീജ്വാലകളിൽ, മരണമില്ലാത്ത ലോകത്ത് മനുഷ്യന്റെ തൊലികളൊന്ന് കരിഞ്ഞു കഴിയുമ്പോൾ മറ്റൊരു തൊലിയെ പകരം നൽകി അള്ളാഹു ശിക്ഷയെ ആസ്വദിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യർ അട്ടഹസിച്ച് കരയുകയാണ്, റബ്ബനാ അഖ്രിജ്നാ, പടച്ച റബ്ബേ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുപോകൂ. നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാതെ പോയ സൽക്കർമ്മങ്ങൾ ചെയ്യാം റബ്ബേ. ഞങ്ങൾ ജീവിതത്തിൽ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നന്മകൾ ചെയ്യാൻ മറന്നുപോയി. അത് ഞങ്ങൾ ചെയ്യാം റബ്ബേ. ഞങ്ങളെ ഒന്ന് നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. എടോ, ചിന്തിക്കാൻ കഴിയുന്ന അത്രയും സമയം നിനക്ക് ആയുസ് തന്നില്ലായിരുന്നുവോ? നീ കേൾക്കാത്തത് കൊണ്ടാണോ? നീ അറിയാത്തത് കൊണ്ടാണോ? നിനക്ക് 40 വർഷക്കാലം, 50 വർഷക്കാലം, 60 വർഷക്കാലത്തോളം ചിന്തിക്കാൻ കഴിയുന്ന അത്രയും സമയം നിനക്ക് നൽകിയില്ലായിരുന്നുവോ? വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാരും വന്നില്ലായിരുന്നുവോ? ഇങ്ങനെ ഒരു ലോകം നിങ്ങൾക്ക് വരാനുണ്ട്, ഇങ്ങനെ ഒരു നരകം നിങ്ങൾക്ക് വരാനുണ്ട്, സഹിക്കാൻ കഴിയാത്ത തീജ്വാലകൾ നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന ഉത്ബോധകന്മാർ, പ്രവാചകന്മാർ നിങ്ങൾക്ക് വന്നില്ലായിരുന്നുവോ? എന്തേ നിങ്ങൾ ചിന്തിക്കാതെ പോയി? എന്തേ നിങ്ങൾ ആലോചിക്കാതെ പോയി? എന്തേ ഇങ്ങനെ ഒരു മടക്കത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാതെ പോയി? അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. ഇനിയൊരു മടക്കൊന്നുമില്ല, ഇനിയൊരു തിരിച്ചുപോക്കില്ല. അനുഭവിച്ചു കൊള്ളുക. അക്രമികൾക്കൊരു സഹായവും ഇല്ല തന്നെ. ണ്ടോ, ഇതൊക്കെ പടച്ചോ മുൻകൂട്ടി നമുക്ക് പറഞ്ഞുതരാം. ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു പ്രവാചകന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ച കാര്യം, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ധിക്കാരത്തോടു കൂടി ജീവിക്കാമെന്നാരും വിചാരിക്കണ്ട. ഒരു നിശ്ചിത അവധി വരെ മാത്രമേ നടക്കുള്ളൂ. അതിന്റെ അപ്പുറം പടച്ചോന്റെ ഇടപെടലുകൾ ഉണ്ടാകും.
അത് പല രൂപത്തിലായിരിക്കും. ഏത് രൂപത്തിലെന്ന് നമുക്കറിയില്ല. അതൊരു പക്ഷേ പ്രകൃതി ദുരന്തമായിരിക്കാം, അല്ലെങ്കിൽ അതിശക്തമായ രോഗമായിരിക്കാം. വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന ഓരോ പരീക്ഷണങ്ങൾ എന്ന നിലക്കും കടന്നു വരാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്ന് നന്നാകാൻ തയ്യാറാകുക, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക, അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുക. ഒരു തിന്മ കാണുമ്പോൾ അതിനോട് വിമുഖത കാണിച്ചതിന് പോരല്ല, തിന്മ എതിർക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒരു തിന്മ കണ്ടെങ്കിൽ തിന്മ എതിർക്കണം. തിന്മ എതിർക്കാത്തിടത്തോളം കാലം ലതഅമുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ ഔ ലയൂശികന്ന അല്ലാഹു അലൈക്കും ഇഖാബാ സുമ്മ തദ്ഊനഹു ഫലാ യുസ്തജാബു ലക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, നിങ്ങൾ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു സമുദായമല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടും. ആ സന്ദർഭത്തിൽ നിങ്ങൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യും, ഫലാ യുസ്തജാബു ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകില്ല. എന്തിനാ നമ്മൾ ദീനി ജനങ്ങളോട് പറയുന്നത്? എന്തിനാണ്? അള്ളാന്റെ ശിക്ഷ വരാതിരിക്കാനാണ്. ഇവരൊക്കെ പോടെ നന്നാവുന്നുള്ള പ്രതീക്ഷ നമുക്കില്ല, മറിച്ച് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. ഓരോ മുക്കുമൂലകളിലും അതേ കേൾക്കാൻ കാതുള്ള മനുഷ്യർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ദീൻ പറഞ്ഞു കൊടുക്കണം ജനങ്ങളോട്. എന്തിനു വേണ്ടി? അവരെ ഒന്നും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനല്ല, നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ്. ഓരോ ആണിന്റെയും പെണ്ണിന്റെയും കാതുകളിൽ എത്തേണ്ടുന്ന ഈ ആദർശം അവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ പണി നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പടച്ചറബിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. അന്ന് നിലവിളിച്ച് പടച്ചറബിലെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ദീന് പഠിക്കുക, അതോടൊപ്പം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ദൗത്യ നിർവഹണത്തിന്റെ ധ്വജവാഹകരായി ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട്. ഇവിടെ പ്രായഭേദമില്ല, ഇവിടെ പ്രായഭേദം എല്ലാവരുടെയും ബാധ്യതയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക. ഈ ലോകത്തോട് വിട പറയുമ്പോൾ സന്തോഷത്തോടുകൂടി യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. നിങ്ങൾ ഇതാ ഈ വിശാലമായ സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരൂ, അള്ളാന്റെ ഈ ഏറ്റവും നല്ല സ്വാലിഹീങ്ങളായ അടിമകളിലേക്ക് കടന്നു വരൂ എന്ന സന്തോഷ വാർത്ത ലഭിക്കപ്പെട്ട് ലോകത്തോട് വിട പറയാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. തെറ്റുകൾ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയുക, ഒരു പുതിയ മനുഷ്യനാവുക, നന്മകളെ ജീവിതത്തിൽ കൊണ്ടുവരിക, തിന്മയെ പരിപൂർണമായി ഒഴിവാക്കുക, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അവനവന്റെ ജീവിതത്തിൽ നിന്ന് തുടങ്ങി, അവനവന്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങി അത് സമൂഹത്തിലേക്ക് പ്രവഹിക്കട്ടെ. ഒരു പുതിയ സമൂഹം ഉണ്ടാകട്ടെ. ധാർമ്മിക ബോധമുള്ള, ലക്ഷ്യബോധമുള്ള, പരലോക ചിന്തയുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ മദ്രസകൾ, അതിനുവേണ്ടിയാണ് ദീനീ സ്ഥാപനങ്ങൾ. അതിന് കൈയയച്ച് നമ്മൾ സഹായിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ലോകത്തോട് വിട പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഖബറിലേക്ക് ലഭിക്കപ്പെടുന്ന ജാരിയായ നന്മയുടെ പട്ടികയിൽ അള്ളാഹുവിന്റെ ദീനീ സ്ഥാപനങ്ങൾക്ക് നമ്മൾ നൽകുന്ന ഓരോ നാണയത്തൊട്ടിലും അതിന് പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആയിരങ്ങൾക്ക് ഡ്രസ് എടുക്കുന്നവർ, ലക്ഷങ്ങൾ ചിലവഴിച്ച് വിവാഹങ്ങൾ നടത്തുന്നവർ, ലക്ഷങ്ങൾ ചിലവഴിച്ച് പല ദൂർത്തും ചെയ്യുന്ന ആളുകൾ അള്ളാഹിന്റെ ദീനിന് വേണ്ടി, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൈയഴിച്ച് സഹായിക്കാൻ ഒരു മടിയും ഉണ്ടാകരുത്. നാളെ പരലോകത്ത് അള്ളാഹിന്റെ മുന്നിലെത്തിയാൽ എനിക്ക് എന്റെ സമ്പത്ത് ഉപകാരപ്പെട്ടില്ലല്ലോ, മാ അഗ്ന അന്നി മാലിയ, എന്റെ സമ്പത്തൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല, ഹലക അന്നി സുൽത്താനിയ, എന്റെ എല്ലാ സ്വാധീനങ്ങളും നശിപ്പിക്കപ്പെട്ടല്ലോ എന്ന് അതേ വേദനിക്കുന്ന മനുഷ്യരെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുണ്ടാകാൻ പാടില്ല. മരണത്തിന്റെ മുമ്പേ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുൽ ഖാസിറൂൻ വഅൻഫിഖൂ മിമ്മാ റസഖനാകും, നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ചെലവഴിക്കണം. മിൻ ഖബ്ലി അൻ യഅതി അഹദുകുമുൽ മൗത്ത്, നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം കടന്നു വരുന്നതിന്റെ മുമ്പേ ഖുർആൻ പഠിപ്പിക്കാണ്. കണ്ടോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരമാവധി ഇതാ നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ ഇവിടെ ഉയർന്നു വരണം. എന്തിനു വേണ്ടി? ആർക്കും ഭൗതികമായ ലാഭമല്ല, മരണത്തിന്റെ അപ്പുറമുള്ള ജീവിതത്തിലേക്ക് അവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളിലും ഉണ്ടാകുന്ന ദീനീപരമായ സംസ്കരണത്തിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ആ സ്ഥാപനം നമ്മൾ മരിച്ചു പോയാലും ഇവിടെ നിലനിൽക്കും.
അതിന്റെ പുണ്യം നിരന്തരം നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത്രയും സൗകര്യങ്ങൾ തന്നെ നമുക്ക് നൽകിയ സുഹൃത്ത്, നമ്മുടെ സഹപ്രവർത്തകരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു നന്മയായി അല്ലാഹു അതിനെ മാറ്റുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയമുള്ളവർ, നമുക്കൊക്കെ ഒരു ജാരിയായ, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന ഒരു പുണ്യം ഉണ്ടാകണം. അതിന് നിങ്ങൾ ഈ ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുക, ദീന് പഠിക്കുക, ദീന് ജീവിതത്തിൽ പകർത്തുക, നമ്മുടെ മക്കൾക്ക് ദീനീപരമായ മൂല്യങ്ങൾ നൽകുന്ന നമ്മുടെ സ്ഥാപനങ്ങളെ കൈയയച്ച് സഹായിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ വീടുകൾ ഇസ്ലാമികമായി നമ്മൾ മാറ്റം വരുത്തുക, ഇസ്ലാമിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വീടുകളാക്കി മാറ്റുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.